ഹലോ. ദക്ഷിണ ലേണിങ്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് UPSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക്. നേരിട്ട് ഏതൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. ഫംഗ്ഷൻ തന്നിട്ട് ഇത് UPSCയുടെ ഏത് ഫംഗ്ഷന്റെ കീഴിൽ വരുന്നു എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, റിസർവ് ബാങ്ക് ഈസ് ആസ്കിങ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു സേവ് സം റിസർവ്സ് ലൈക്ക് CRR, SLR, etc. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഫംഗ്ഷൻ ഓഫ് RBI? ഇങ്ങനെ ചോദിക്കാം. നമ്മൾ കൃത്യമായിട്ട് ഇത് ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫംഗ്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് RBI കുറിച്ച് പറയട്ടെ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ രൂപീകൃതമാകുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. 1934-35 കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിൽ RBI രൂപീകരിക്കപ്പെടുന്നത്. ഇത് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇതൊരു ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു കമ്പനി ആയിട്ടാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി ആയിരുന്നു. പിന്നീട് ഇതൊരു സെൻട്രൽ ബാങ്ക് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മക്കളെ പ്രത്യേകം ഓർമ്മിക്കുക, ഈ 1934 കാലഘട്ടത്തിലുള്ള ഒരു ആക്ട് ഉണ്ട്, റിസർവ് ബാങ്കിന്റെ ആക്ട് ഓഫ് 1934 എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന യാതൊരു തരത്തിലുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് ഓർക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട് അവർ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ, റിസർവ് ബാങ്ക് ഈസ് മൊണറ്ററി അതോറിറ്റി, ഇറ്റ് ഈസ് ഡ്രോയിങ് ഇറ്റ്സ് പവർ ടു ബി ദ മൊണറ്ററി അതോറിറ്റി ഈസ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മൊണറ്ററി അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കാനുള്ള പവർ നമ്മുടെ RBI നേടുന്നത് എന്ന് പറയുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല RBI അതിന്റെ പവറുകളൊന്നും എടുക്കുന്നത് എന്നുള്ളതാണ്. ശരി. അപ്പൊ നമുക്ക് ഇനി അതുപോലെ തന്നെ മക്കളെ, ഈ RBIയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, RBIക്ക് ഒരു ഗവർണർ ഉണ്ട്. ഗവർണർക്ക് പൊതുവെ പുറമെ മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഒഫീഷ്യൽസ് ഉണ്ട്. ഇതിൽ ടോപ്പ് ലെവൽ ഒഫീഷ്യൽസ് ലൈക്ക് ഗവർണർ ആകട്ടെ, അല്ലെങ്കിൽ ഈ ടോപ്പ് ഡയറക്ടേഴ്സ് ആകട്ടെ, ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് RBI ഒരു ഫ്രീ ബോഡി ആയിട്ടാണ് പ്രവർത്തിക്കുക. ഗവൺമെന്റിന്റെ തന്നെ ഒരു ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല RBI സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം. അതൊരു ആക്ടിലൂടെ നിലവിൽ വന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവരുടെ തലപ്പത്തിരിക്കുന്ന ഗവർണർ ആയാലും ഡയറക്ടേഴ്സ് ആയാലും ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബേസ് ചെയ്ത് പലപ്പോഴും UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊരു അവബോധം തന്നത്. ഓക്കെ, ഗവൺമെന്റ് ആണ് അവരുടെ ടോപ്പ് ഒഫീഷ്യൽസിനെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല RBI അവരുടെ പവറുകൾ എടുത്തിട്ടുള്ളത്. ശരി, നമുക്കിനി ഫങ്ഷൻസിലേക്ക് പോകാം. എല്ലാ രാജ്യത്തിനും അതായത് ഏകദേശം എല്ലാ രാജ്യങ്ങൾക്ക് എന്തുണ്ട്? രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. അതുപോലെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുടച്ചുകൊണ്ട് പറയാം, ഇറ്റ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, പക്ഷെ നമ്മുടെ ടോപ്പിക്കിൽ ചാപ്റ്ററിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു സാധനമായത് കാരണം അതിന് നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷനായി പറയുന്നില്ല. പകരം നമ്മൾ പറയുന്ന ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൊണറ്ററി അതോറിറ്റി എന്നാണ്. മൊണറ്ററി അതോറിറ്റി. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, വെറുതെ ഒരു ഒഴിഞ്ഞ സ്ലൈഡാണ്, ഹെഡിങ് മാത്രമേ ഉള്ളൂ, മൊണറ്ററി അതോറിറ്റി. എന്തുകൊണ്ട് വേറൊന്നും ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ നിസ്സാരം. കാരണം ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ
നമ്മൾ ഡിസ്കസ് ചെയ്ത മൊണേറ്ററി പോളിസി തന്നെയാണ് ഇവിടെ നമ്മൾ മൊണേറ്ററി അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൊണേറ്ററി പോളിസികൾ നടപ്പിലാക്കാനുള്ള അധികാരം അല്ലെങ്കിൽ മൊണേറ്ററി പോളിസികൾ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ഇത് ആർക്കാണുള്ളത്? RBI ആണുള്ളത്. സോ RBI ഈസ് ദ മൊണേറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി അല്ലെങ്കിൽ അവർ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ മൊണേറ്ററി അതോറിറ്റി ആരാണ്? RBI ആണ്. എന്താണ് മൊണേറ്ററി അതോറിറ്റി? ദ ബോഡി വിച്ച് ഈസ് ഫ്രെയിമിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് മൊണേറ്ററി പോളിസി. എന്താണ് മൊണേറ്ററി പോളിസി? ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാതെ ഇൻഫ്ലേഷനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ എന്താന്ന് പറയുക? മൊണേറ്ററി പോളിസി എന്ന് പറയുക. മൊണേറ്ററി പോളിസിയും അതിന്റെ വിശദമായ ടൂളുകളെയും കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് നേരെ ചെന്നിട്ട് കാണാം. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞതാണ്. 2, റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക്സ്. അതായത് ബാങ്കുകളെയും നോൺ ബാങ്കുകൾ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുക? നിങ്ങൾ ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് കണ്ടിരിക്കുമല്ലോ. കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വീഡിയോസ് കാണാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് പൊതുവെ 2ആയി തരംതിരിക്കാം. ബാങ്കും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. അല്ലെങ്കിൽ നമ്മളതിനെ എന്താ പറയുക, നമ്മുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളല്ല, പക്ഷേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഉദാഹരണത്തിന് ചിട്ടികൾ, അല്ലെ? പ്രത്യേകിച്ചാണ് ഇപ്പൊ KSFE ഒരു ബാങ്ക് അല്ല, പക്ഷെ അതെന്താ ചെയ്യുന്നത്? അത് പൈസയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതൊരു NBFC അല്ലെങ്കിൽ ഈ നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ NBFC എന്ന് നമ്മൾ പറയുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന അർത്ഥത്തിലാണ് നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചിട്ടികൾ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഇപ്പോൾ ഫാസ്റ്റാഗ് നമുക്ക് എടുക്കാം ഒരു എക്സാമ്പിളായിട്ട്. ഫാസ്റ്റാഗ് അത് മണി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, പക്ഷേ അതെന്തല്ല, ബാങ്ക് അല്ല, അങ്ങനെയുള്ള. സോ ബാങ്കുകളുടെയും നോൺ ബാങ്കുകളുടെയും രണ്ടിൻ്റെയും സൂപ്പർവിഷനും റെഗുലേഷനും ആരുടെ ഫംഗ്ഷനാണ് മക്കളെ? നമ്മുടെ RBIയുടെ ഫംഗ്ഷനാണ്. അപ്പൊ ഈ റെഗുലേഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷന് വേണ്ടി RBI എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് കീഴിൽ വരുന്ന സംഭവം എന്താണെന്ന് നോക്കാം. മക്കളെ, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുകയാണ്, ഓക്കെ ബാങ്കിങ് നല്ലൊരു ബിസിനസ്സാണ്, ചെറിയ പൈസയ്ക്ക് ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കാം. ചെറിയ പലിശ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കാം. ദെൻ വലിയ പലിശയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആൾക്കാർക്ക് ലോണുകൾ കൊടുക്കാം. ഇങ്ങനെ ചെറിയ പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വലിയ പലിശയ്ക്ക് ലോണുകൾ കൊടുത്തുകൊണ്ട് ആ വരുമാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് ബാങ്ക്, അല്ലേ? സോ ഇങ്ങനെ ഒരു ബാങ്ക് തുടങ്ങണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ യു നീഡ് ലൈസൻസ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് അതിനെന്ത് വേണം? ലൈസൻസ് വേണം. സോ ബാങ്കുകൾ തുടങ്ങാൻ ലൈസൻസിന്റെ ആവശ്യമുണ്ട്. ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. സോ RBI ഈസ് പ്രൊവൈഡിങ് ലൈസൻസ് ഫോർ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് തുടങ്ങാനുള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് അവരുടെ റെഗുലേഷൻസും സൂപ്പർവിഷൻസിലും നമുക്ക് പെടുത്താവുന്നത്? ഏതെങ്കിലും ഒരു ബാങ്കിന് പുതുതായി ഒരു ബ്രാഞ്ച് ആരംഭിക്കണമെങ്കിലോ ഉള്ള ഒരു ബ്രാഞ്ചിനെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന് വേറൊരു ബാങ്കുമായി മെർജ് ചെയ്യണമെങ്കിലോ ഒക്കെ ഇവർക്ക്, അല്ലെങ്കിൽ വേറൊരു ബാങ്കിനെ ഇവരോടൊപ്പം ചേർക്കണമെങ്കിലോ അമാൽഗേറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഇവർക്ക് ആരുടെ അനുവാദം ആവശ്യമാണ്? നമ്മുടെ RBIയുടെ അനുവാദം ആവശ്യമാണ്. RBIയുടെ അപ്രൂവൽ ആവശ്യമാണ്. ഇതില് വളരെ റീസെന്റ് എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് അർബൻ ബ്രാഞ്ച് ബാങ്കുകൾ സിറ്റികളിലൊക്കെ നടത്തുന്ന ബ്രാഞ്ചുകൾ നിരോധിക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ട? RBIയുടെ അനുവാദം വേണ്ട എന്ന് ഒരു അഭിപ്രായം ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതല്ലാതെ മറ്റ് ബ്രാഞ്ചുകൾ തുടങ്ങാനും ഉള്ളതിനെ എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ RBIയുടെ അനുവാദം നമുക്ക് ആവശ്യമാണ്. പിന്നെയോ ഏതെങ്കിലും ബാങ്ക് അവരുടെ
സിഇഒയെ അല്ലെങ്കിൽ അവരുടെ മാനേജിങ് ഡയറക്ടറെ ഒക്കെ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവര് RBIയുടെ അപ്രൂവൽ സ്വീകരിക്കണം. അപ്പോൾ എന്താണ് ഈ സിഇഒ അല്ലെങ്കിൽ ഈ മാനേജിങ് ഡയറക്ടർ? ഇതൊക്കെ എന്താണ്? നമ്മൾ ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ബിസിനസ്സിന് ഒരു എന്താ പറയാ, ഒരു നോമിനൽ ഹെഡ് അല്ലെങ്കിൽ ഒരു സെറമോണിയൽ ഹെഡ് ഉണ്ടാകും. ആ സെറമോണിയൽ ഹെഡിനെ നമ്മൾ പൊതുവെ ചെയർമാൻ എന്നാണ് വിളിക്കുക. ചെയർമാൻ പൊതുവെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ടാകും? ചെയർമാൻ ഉണ്ടാകും. ദിസ് ചെയർമാൻ വിൽ അപ്പോയിന്റ് സം ഡയറക്ടേഴ്സ്. അല്ലെ, ചെയർമാൻ കുറച്ച് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ചിലപ്പോൾ ചെയർമാൻ തന്നെ ഇതിലൊരു ഡയറക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായി മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യാം? ചെയർമാൻ ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ലെറ്റ്സ് സേ ഡയറക്ടർ 1, ഡയറക്ടർ 2, ഡയറക്ടർ 3, ഡയറക്ടർ 4 ഇങ്ങനെ. ഇനി ഈ ഡയറക്ടേഴ്സിൽ നിന്ന് തന്നെയുള്ള ഒരാളിനെ നമ്മൾ ഈ ഡയറക്ടേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ട് നമ്മൾ തീരുമാനിക്കും. അദ്ദേഹത്തിന് നമ്മൾ MD അഥവാ മാനേജിങ് ഡയറക്ടർ എന്നാണ് വിളിക്കുക. മാനേജിങ് ഡയറക്ടർ. സോ ഇതിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് ആര്? മാനേജിങ് ഡയറക്ടർ, MD. ദെൻ MD അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണ് CEO അഥവാ ചീഫ് എക്സിക്യൂഷൻ ഓഫീസർ, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ നമുക്ക് പറയാം. കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. മേ ബി MD തന്നെ എന്തായിരിക്കാം? CEO ആയിരിക്കാം. ദെൻ അതിന് കീഴെയാണ് നമ്മുടെ മറ്റ് മാനേജേഴ്സ്, ജനറൽ മാനേജേഴ്സും ബാക്കി HR മാനേജറും ബാക്കിയൊക്കെ ഇതിന് കീഴിലാണ് വരിക. സോ ചെയർമാനെയോ നമ്മൾ ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയോ MDയെയോ CEOയൊക്കെ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പിരിച്ചുവിടുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ മാറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദേ നീഡ് അപ്രൂവൽ ഓഫ് RBI. അപ്പൊ എന്താണ്? അവർക്ക് തുടങ്ങണമെങ്കിൽ RBIയുടെ ലൈസൻസ് വേണം. അവർക്ക് നിലവിലുള്ള ബ്രാഞ്ചുകളെ ഇല്ലാതാക്കുവാനോ പുതിയ ബ്രാഞ്ച് തുടങ്ങുവാനോ ഉള്ളവയെ മെർജ് ചെയ്യാനോ അമാൽഗേറ്റ് ചെയ്യാനോ ഒക്കെ എന്ത് വേണം? RBIയുടെ അനുവാദം വേണം. സിഇഒയെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ, മാനേജിംഗ് ഡയറക്ടേഴ്സിനെ ഒക്കെ നിയമിക്കാനും ഉള്ളവരെ പിരിച്ചുവിടാനും ഒക്കെ ആരുടെ അനുവാദം വേണം? റിസർവ് ബാങ്ക് RBIയുടെ അനുവാദം വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പല പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക്സ്. ഇത് ബാങ്കുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും ബാധകമാണ് മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമാണ്. ഓക്കെ അല്ലേടാ? ഇതിനടുത്ത ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇനി അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ബാങ്കുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള തുക മുഴുവനും അവരുടെ ഡിപ്പോസിറ്റിൽ നിന്നെടുത്ത് ആൾക്കാർക്ക് ലെൻഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ബാങ്ക് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ഇതിനെ ഉയർന്ന പലിശയ്ക്ക് മറ്റുള്ള ആൾക്കാർക്ക് ലെൻഡ് ചെയ്തുകൊണ്ട്, ലോൺ കൊടുത്തുകൊണ്ടാണ് ബാങ്ക് അവരുടെ ബിസിനസ് മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? എന്നാൽ ഒരു ബാങ്കിന് തന്റെ കയ്യിലുള്ള എല്ലാ നിക്ഷേപവും എല്ലാ ഡിപ്പോസിറ്റുകളെയും ലോണായിട്ട് കൊടുക്കാൻ കഴിയൂടാ? ഇല്ല. പിന്നെയോ എത്രത്തോളം ലോണായിട്ട് കൊടുക്കാം, എത്രത്തോളം അവർ കയ്യിൽ സൂക്ഷിക്കണം മുതലായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് RBI ആണ്. ഇതിനെയാണ് നമ്മൾ CRR, SLR എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മോണിറ്ററി പോളിസിക്കകത്ത് നമ്മളത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഒരു ബാങ്ക് എത്രത്തോളം CRR സൂക്ഷിക്കണം, എത്രത്തോളം SLR സൂക്ഷിക്കണം മുതലായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? RBI ആണ്. അപ്പൊ അങ്ങനെയും RBI ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ബാങ്കുകളുടെ പലിശ നിയന്ത്രിക്കുന്നത് ആരാണ് മക്കളെ? ബാങ്കാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇതിനകത്ത് കൂട്ടാം. CRR, SLR, അതുപോലെ തന്നെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് RBI ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അയ്യോ സാറേ അതെങ്ങനെയാണ്? നമ്മളിപ്പോ SBIയിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ എന്താണ്? ലോണിന് ഇൻട്രസ്റ്റ് കുറവാണ്. വേറൊരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് മറ്റൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. വേറൊരു ബാങ്കിൽ നിൽക്കുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ സാധാരണഗതിയിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞ ബാങ്കിൽ നിന്നല്ലേ ലോൺ എടുക്കാറുള്ളൂ. അങ്ങനെയെങ്കിൽ RBI ആണ് ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നത് എങ്കിൽ RBI യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പക്ഷപാതം കാണിക്കുകയല്ലേ? RBI ചില ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശ നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട്
കൂടുതൽ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയല്ലേ ചെയ്യുന്നത്? ചില സ്ഥലങ്ങളിൽ കൂടിയ പലിശ വെച്ചുകൊണ്ട് അവിടേക്ക് പോകുന്നതിൽ നിന്ന് ആൾക്കാരെ തടയുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷെ ഇത് അങ്ങനല്ല പ്രവർത്തിക്കുന്നത്. ഒരു ബാങ്ക് എത്ര പലിശ ഈടാക്കുന്നു എന്നത് ആ ബാങ്കുകൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു ബാങ്ക് എത്ര പലിശ ഈടാക്കണം എന്നത് ആ ബാങ്ക് തന്നെയാണ് തീരുമാനിക്കുന്നത്. ബട്ട് ദിസ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ആങ്കേർഡ് വിത്ത് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ ഓഫ് RBI, അല്ലെങ്കിൽ നമുക്ക് റിപ്പോ എന്ന് തന്നെ പറയാം. RBIയുടെ റിപ്പോയുമായി ആങ്കർ ചെയ്തിട്ടാണ് നോർമൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട്. സ്വാഭാവികമായിട്ടും എ എത്ര ശതമാനം രൂപയ്ക്ക് പലിശ കൊടുക്കണമെന്ന് എ തന്നെയാണ് തീരുമാനിക്കുന്നത്. ലെറ്റ്സ് സേ എഡ്യൂക്കേഷൻ ലോണാണ്. അപ്പൊ എ പറയുന്നു ഞാൻ 11% എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എ തീരുമാനിച്ചു. സോ ബി എന്ത് ചെയ്തു? ബി പറഞ്ഞു എങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബിസിനസ് പിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, 10% ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നവർ പറയുന്നു. സോ ഇവരാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത്. ഇതിങ്ങനെ ആയിരുന്നു നടന്നു വന്നിരുന്നത്. പക്ഷെ പിന്നീട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മൊണേറ്ററി പോളിസികളൊന്നും ഇവിടെ കൃത്യമായി പ്രവർത്തിക്കാതെ വരും. റിസർവ് ബാങ്ക് എന്ത് ചെയ്തു? റിപ്പോ റേറ്റ് 1% കൂട്ടി. റിപ്പോ റേറ്റ് 1% കൂട്ടിക്കഴിഞ്ഞാൽ ഈ പലിശ നിരക്കിന് യാതൊരുവിധ വ്യതിയാനവും ഉണ്ടാകുന്നില്ല. സോ മൊണേറ്ററി പോളിസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ വീഡിയോ വിശദമായി ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ എയും ബിയും ക്യാഷ് ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് മൊണേറ്ററി പോളിസി ഇവിടെ വർക്കാവുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാനായി നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ആണെങ്കിലും ശരി ബി ആണെങ്കിലും ശരി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ 11%, 10% എന്ന് ഇൻട്രസ്റ്റ് റേറ്റ് വെക്കാൻ പാടില്ല. പകരം അവരെന്ത് ചെയ്യണം? റിപ്പോ പ്ലസ് എത്ര? റിപ്പോ പ്ലസ് ലെറ്റ്സ് സേ ഇപ്പോൾ നമ്മുടെ റിപ്പോ റേറ്റ് അറൗണ്ട് 6% ആണ്. അപ്പോൾ നമുക്കിവിടെ പറയാം, എ പറയുന്നു എൻ്റെ പലിശ നിരക്ക് റിപ്പോ പ്ലസ് 5% ആണ്. ബി പറയുന്നു എൻ്റെ പലിശ നിരക്ക് എത്രയാണ്? റിപ്പോ പ്ലസ് 4% ആണ്. അപ്പൊ നിങ്ങൾ നോക്കടാ മക്കളെ, ഇപ്പോൾ എയുടെ ഇപ്പൊ റിപ്പോ റേറ്റ് 6 ആണെന്നിരിക്കട്ടെ. 6 ആണ് റിപ്പോ റേറ്റ് എങ്കിൽ ഈ 5 കൂടെ ചേരുമ്പോഴത്തേക്കും ടോട്ടൽ എയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായി? 11% ആയില്ലേ? ആയി. സോ ടോട്ടൽ എയുടെ ഇൻട്രസ്റ്റ് റേറ്റ് 11%. അതുപോലെ തന്നെ ബി റിപ്പോ പ്ലസ് 4% ആയി വെച്ചേക്കുന്നത്. റിപ്പോ 6% ആണ്. പ്ലസ് 4 കൂടെ വരുമ്പോൾ ടോട്ടൽ എന്തായിടാ? 10% ആയില്ലേ? ഇനി ആർ ബി ഐക്ക് ആളുകളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അബ്സോർബ് ചെയ്യണം. മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൂടുതലാണ്, ഇൻഫ്ലേഷൻ കുറയ്ക്കണം. ഇൻഫ്ലേഷൻ കുറയ്ക്കാനായി മാർക്കറ്റിലെ ക്യാഷ് ആർക്ക് അബ്സോർബ് ചെയ്യണം? RBI അബ്സോർബ് ചെയ്യണം. RBI എന്ത് ചെയ്യും? RBI അവരുടെ റിപ്പോ റേറ്റ് ഉയർത്തും. ലെറ്റ്സ് സേ RBI 6%-ൽ നിന്ന് 7% ആയി റിപ്പോ ഉയർത്തിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എയുടെ പലിശ എന്താവും? 12% ആയി. ബിയുടെ പലിശ എന്താവും? 11% ആയി. രണ്ടുപേരുടെയും പലിശ ഉയർന്നല്ലോ. ഇനി ഒരു ഡിപ്രിസിയേഷനിലേക്കൊക്കെ പോവുകയാണ് എക്കണോമി, ഡിപ്രഷനൊക്കെ ആകാറായി. സോ ആൾക്കാരുടെ കയ്യിലേക്ക് ക്യാഷ് എത്തിക്കണം. സോ എക്സ്പാൻഷണറി മൊണേറ്ററി പോളിസി സ്വീകരിക്കണം. ഇതിനു വേണ്ടി RBI ഉടനെ എന്ത് ചെയ്യൂടാ? RBI റിപ്പോ റേറ്റ് കുറയ്ക്കും. ലെറ്റ്സ് സേ 5% നിന്ന് 6% നിന്ന് 5% റിപ്പോ റേറ്റ് RBI കുറച്ചു. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം എയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇരിക്കുന്നത് റിപ്പോ പ്ലസ് 5% ആണ്. ഇപ്പൊ റിപ്പോ 5 ഉള്ളൂ. സോ 5 + 5 10% ഇപ്പോൾ എയുടെ ഇൻട്രസ്റ്റ് റേറ്റ്. 10%. കണ്ടോടാ, എയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞില്ലേ? അതുപോലെ ഇവിടെ എന്ത് വരും? 9%. കണ്ടോ? സോ interest rate of commercial banks are decided by the commercial bank itself, but that interest rate is anchored with RBI. So whenever RBI is making a change in its repo rate, it will affect the interest rate of commercial bank. So അത്തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മേൽ RBI റെഗുലേഷൻ ചെലുത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പറയാം, സാർ ഇതുപോലെ റിപ്പോ റേറ്റ് 1% ഉയർത്തി. പക്ഷെ ആ സമയത്ത്
റിപ്പോ പ്ലസ് 5% എന്നുള്ളത് എ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ റിപ്പോ പ്ലസ് 4% ആക്കി. അങ്ങനെയെങ്കിലോ, ഇവിടെ റിപ്പോ 6 സമയത്ത് എ പറഞ്ഞു 5% ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ 11%. ഗവൺമെന്റ് റിപ്പോയെ 7 ഉയർത്തി ആൾക്കാരുടെ കയ്യിലെ ക്യാഷ് വലിക്കാൻ വേണ്ടി. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്തു? അവരുടെ ഡിസ്ക്രിമിനേഷനിലുള്ള അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിലുള്ള 5% അവർ 4% ആയി ചുരുക്കി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? റിപ്പോ കൂടി, പക്ഷേ ബാങ്ക് റേറ്റ് ഇപ്പോഴും 11% തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ലേ എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ല. കാരണം ഒരു ബാങ്ക് ഒരു പ്രാവശ്യം റിപ്പോ പ്ലസ് എത്രയാണ് എന്ന് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു 3 വർഷത്തേക്ക് ഇതിന് യാതൊരുവിധ ചേഞ്ചും വരുത്താൻ ബാങ്കിന് സാധ്യമല്ല. ഓക്കെ ആണോ മക്കളെ? എനിവേ, ബാങ്ക് എത്ര രൂപയ്ക്ക് ലെൻഡ് ചെയ്യണം എന്നത് ആർക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും? RBIക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് RBI ആണ്. ബാങ്കിന്റെ മെയിൻ ഒഫീഷ്യൽസിനെയൊക്കെ നമ്മൾ സ്ഥലം മാറ്റുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിയമിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ RBIയോടെ RBIയുടെ അപ്രൂവൽ വാങ്ങാറുണ്ട്. ഇതിന് പുറമെ ഇഫ് RBI wants, then RBI can appoint one board of director here. RBI വിചാരിച്ചു കഴിഞ്ഞാൽ RBIക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിനെ ഈ ബാങ്കിലേക്ക് വെക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, CRR, SLR പോലെയുള്ള കാര്യങ്ങളിലൂടെ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് ഈ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി നമ്മുടെ RBI ചെയ്യുന്നത്. സോ RBIയുടെ ഫംഗ്ഷൻസിൽ ഒന്നാമത്തേത് മൊണറ്ററി അതോറിറ്റി ആയിരുന്നു. രണ്ടാമത്തെ എന്താണ്? റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക്സ്. നോൺ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSFE പോലെയുള്ള സ്ഥാപനങ്ങൾ, അവിടെയും ഇതേ കാര്യങ്ങൾ അപ്ലിക്കുന്ന. ഇനി ഇതിനെന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഈ എക്സെപ്ഷൻ വരുന്നത് 2 സ്ഥലത്താണ് മക്കളെ. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ, 2 നമ്മുടെ സഹകരണ ബാങ്കുകളിൽ. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പ്രത്യേകത, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ അണ്ടർടേക്കൺ ബൈ ഗവൺമെന്റ്. സോ അവിടെ ഒരു ഡ്യുവൽ ഗവർണൻസ് ആണ് നടക്കുക. അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ SBI ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. SBIയുടെ ഭരണം നടത്തുന്നത് RBI മാത്രമല്ല, അല്ലെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യുന്നത്, അവിടുത്തെ ഈ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ നടത്തുന്നത് RBI മാത്രം തനിച്ചല്ല, RBI പ്ലസ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ നാഷണലൈസ്ഡ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് കൂടെ ഇവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇത്തരം പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒരു പുതിയ CEOയെ നിർമ്മിക്കാൻ ഗവൺമെന്റ് RBIയുടെ അപ്രൂവൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിനെ ആഡ് ചെയ്യാൻ ഗവൺമെന്റ് RBIയുടെ അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. ഉള്ള ഒരു ഡയറക്ടറിനെ പിരിച്ചുവിടാൻ RBIയുടെ അനുവാദമില്ല. പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാൻ RBIയുടെ അനുവാദം വേണ്ട. ഉള്ള ബ്രാഞ്ചിനെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കളയാൻ RBIയുടെ അനുവാദം വേണ്ട. പിന്നെ RBIക്ക് പിന്നെ അവിടെ എന്താ റോൾ? ഒരു റോളും ഇല്ലേ? തീർച്ചയായിട്ടും റോളുണ്ട്. ഈ പറയുന്നത് പോലെ എന്താണ്, CRR-ഉം SLR-ഉം ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ തീരുമാനിക്കുന്നത് RBI തന്നെയാണ്. സോ ഈ മൊണേറ്ററി പോളിസിയുടെ കോർ ഡ്യൂട്ടി ആയിട്ട് വരുന്ന CRR, SLR, ഇൻട്രസ്റ്റ് റേറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ തീരുമാനമെടുക്കുന്നത് RBIയും മറ്റ് മാനേജ്മെന്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റുമാണ്. ഓക്കെ, സോ അവിടെ 2 പേരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കുകളുടെ പൂർണ്ണമായ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ചെയ്യുന്നത് RBI തനിച്ചിട്ടാണ്. അവിടെ സർക്കാർ ഇടപെടാറില്ല. അത്രയും ഓക്കെ ആണ് എന്ന് വിചാരിക്കും. സോ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടുകയാണ്. എന്താണ്? ബാങ്ക്സ് ആർ ആസ്ക്ഡ് ടു സ്റ്റോർ സം എമൗണ്ട് ഓഫ് മണി ആസ് CRR. This CRR is decided by RBI. It shows which duty of RBI or which function of RBI. RBIയുടെ ഏത് ഫംഗ്ഷന് കീഴിലാണ് ഈ CRR നിശ്ചയിച്ച പ്രോഗ്രാം വരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് മക്കളെ? റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക്സ്. കീഴിൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണും. അതിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് എന്താ? റെഗുലേഷൻ ഓഫ്
ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഫോറിൻ മണി ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. നമ്മളൊരു 6 or 8 പെയറുകൾ നമ്മൾ ഇന്ത്യയിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഈ സാധനം നമ്മളിവിടെ ട്രേഡ് ചെയ്യാറുണ്ട്. അതാണ് ഈ പറയുന്ന ഫോറക്സ് മാർക്കറ്റ്. ഫോറിൻ കറൻസികളെല്ലാം നമുക്കില്ല. നമുക്ക് യൂറോ, ഡോളർ, യെൻ പോലെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്ത്യ നമ്മളിവിടെ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അവയുടെ മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. പിന്നെ മറ്റൊന്ന് എന്താ? ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ്. നിങ്ങൾക്കറിയാം ജിസെക് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റിയെ കുറിച്ച് നിങ്ങളൊരു ക്ലാസ് പഠിച്ചതാണ്. പഠിക്കാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കുക. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഷോർട്ട് ടൈം ക്യാഷ് ഇടപാടുകൾ നടത്തുന്ന ഒരു മാർക്കറ്റാണ്. ഇതിനെക്കുറിച്ചും വിശദമായുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർ എന്ത് ചെയ്യുക? നോക്കുക എന്നുള്ളതാണ്. സോ റെഗുലേഷൻ ഓഫ് ദീസ് 3 things ഈസ് ഡൺ ബൈ RBI. ഇതിൽ എന്താ ചെയ്യേണ്ട? RBIക്ക് ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഫോർ എക്സാമ്പിൾ, നമുക്ക് റെഗുലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇതിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് എടുക്കുന്നു. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിനെ എങ്ങനെയാണ് RBI റെഗുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. ഓക്കെ, ഇതൊരു പുതിയ ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. കയ്യിൽ ക്യാഷ് ഉള്ള ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാം? വാങ്ങാം. ഗവൺമെന്റ് പൊതുവെ എന്തിനാണ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൂടി വരുന്ന സമയത്ത് മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി, അല്ലേ? നമ്മൾ കയ്യിലിരിക്കുന്ന ഫ്ലൂയിഡ് ക്യാഷ് കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ജിസെക് വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി എത്തി. സോ ഇവിടെ മണി സർക്കുലേഷൻ അല്പം കുറയും. അത് ഒന്ന്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ട്രേഡബിൾ ആയ സാധനങ്ങളാണ് എങ്കിൽ നമ്മൾ ഇത് ട്രേഡ് ചെയ്താൽ നമ്മൾ ക്യാഷ് ഉണ്ടാക്കും. എന്നാലും അവിടെ ഒരു സഡൻലി ഒരു ചെറിയ ഒരു ഡിക്രീസ് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് മണി സപ്ലൈ. അതൊന്ന്. 2, ഗവൺമെന്റിന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി, അല്ലേ? ഗവൺമെന്റിന് പൈസ റൈസ് ചെയ്യാൻ വേണ്ടി പുറത്ത് നിന്നോ അല്ലെങ്കിൽ RBI പോലുള്ള ബാങ്കുകളിൽ നിന്നോ കടമെടുക്കുന്നതിന് പകരം അവർ കണ്ടെത്തുന്ന മറ്റൊരു മാർഗമാണ് ഇത്തരം ജിസെക്കുകൾ. എനിവേ, ഇത്തരത്തിൽ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? പുറപ്പെടുവിക്കാറുണ്ട്. ഇത് പുറപ്പെടുവിക്കുന്നത് പ്രൈമറി മാർക്കറ്റിലേക്കാണ്. പ്രൈമറി മാർക്കറ്റ്. പണ്ട് പ്രൈമറി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത്, പ്രൈമറി മാർക്കറ്റ് ഇക്വിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജിസെക്കുകൾ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വിൽക്കുന്ന പ്രൈമറി മാർക്കറ്റിലേക്ക് മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ബാങ്കുകൾക്കും വലിയ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമായിരുന്നു. ബാങ്കുകൾക്കും ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇൻഡിവിജ്വൽസിന്, സാധാരണ ജനങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയും? പ്രൈമറി മാർക്കറ്റിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വാങ്ങാൻ കഴിയും. ഇതിനു വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഇ-കുബേർ അല്ലെങ്കിൽ ഇ-കുബേര എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇ-കുബേർ ഈസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അറ്റ് വിച്ച് people can buy the government securities from the primary market itself. പ്രൈമറി മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്കത് വാങ്ങാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗവൺമെന്റ് എങ്ങനെ സെല്ല് ചെയ്യുന്നത്? ഗവൺമെന്റ് വെറുതെ അത് സെല്ല് ചെയ്യല്ല ചെയ്യുന്നത്. ഒരു ഇത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ അവരത് സെല്ല് ചെയ്യല്ല ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിനകത്ത് പൊതുവെ എന്തുണ്ടാവും? ബിഡിങ് ഉണ്ടാവും. ഈ ബിഡിങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ആൾക്കാർക്കില്ല, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽസിന് ഇല്ല. ബിഡിങ്ങിൽ പങ്കെടുക്കുന്നത് വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ബിഡിങ്ങിൽ പങ്കെടുക്കുക. സോ ബിഡിങ്ങിലൂടെ അവർ അവിടെ ഒരു ഇൻട്രസ്റ്റ് ഡിസ്കവർ ചെയ്യും. ആ ഡിസ്കവർ റേറ്റിൽ നമുക്കും അവർ വാങ്ങിക്കഴിഞ്ഞ് ബാക്കിയുള്ള ബോണ്ടുകൾ ഡയറക്റ്റ് ആയിട്ട് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്നുള്ളതാണ്. സോ അതാണ്. അപ്പൊ ഇവിടെ ആർക്കിത് വാങ്ങാം എന്ന് ആദ്യം ഉണ്ടായിരുന്ന നിയമമല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രം. ഇപ്പോഴോ ഇൻഡിവിജ്വൽസ് ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ്. ഈ ഡിസിഷൻ ഇവിടെ എടുത്തതാരാ? ഗവൺമെന്റ് ആണോ?
അല്ല. ദിസ് ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ RBI. സോ RBI പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിനെ എന്ത് ചെയ്തു? നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മണി മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ വിശദമായി പഠിച്ചതാണ്. മണി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ എന്താണ്? ഫോറക്സ് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. നാളെ RBI വിചാരിച്ചു കഴിഞ്ഞാൽ RBI ക്യാൻ ഇൻക്ലൂഡ് വൺ മോർ കറൻസി. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു കറൻസി കൂടെ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലേക്ക് ആഡ് ചെയ്യണം എന്ന് RBI വിചാരിച്ചാൽ നടക്കും. ഉള്ളതിൽ നിന്ന് ഒരെണ്ണത്തിനെ മാറ്റണമെന്ന് കരുതിയാൽ അത് ആര് വിചാരിക്കണം? RBI വിചാരിക്കണം. RBI വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും. സോ റെഗുലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇത് ആരുടെ ഫങ്ഷൻസിൽ പെടുന്നതാണ്? RBIയുടെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. ശരി, അടുത്തതിലേക്ക് പോകാം. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ്മെന്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ്മെന്റ് ഇതെന്താ? എടാ മക്കളെ, നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി ഒരു അവബോധമുള്ള ആൾക്കാരാണെങ്കിൽ, ഇഫ് യു ഹാവ് ഇനഫ് ഫിനാൻഷ്യൽ നോളജ്, ദെൻ നമ്മൾ ക്യാഷ് വെറുതെ വീട്ടിലേക്ക് അടച്ചു വെക്കില്ല. ബിക്കോസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സത്യം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു രാജ്യത്തും എന്തുണ്ടാകും? ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു 1 ലക്ഷം രൂപ ഞാൻ കൊണ്ട് അലമാരയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 1 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ 1 ലക്ഷം രൂപയുടെ പവർ ഉണ്ടാകില്ല. ഇന്ന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളൊന്നും 10 വർഷങ്ങൾക്ക് ശേഷം പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ഓഫ് ദ മണി വിൽ റെഡ്യൂസ്. ഈ മണിയുടെ പ്രൈസ് എന്ത് ചെയ്യും? ചുരുങ്ങും. പർച്ചേസിംഗ് പവർ ഓഫ് പീപ്പിൾ വിൽ ഫാൾ. ദിസ് ഈസ് കാൾഡ് ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ നോളജ് ഉള്ള ആൾക്കാരും ക്യാഷ് വെറുതെ വീട്ടിൽ സൂക്ഷിക്കാറില്ല. പകരം എന്താ ചെയ്യുക? ആൾക്കാർ ഇതുകൊണ്ട് എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യും. മേ ബി അവരൊരു ബിസിനസ് തുടങ്ങാം, ബിസിനസ്സിൽ ക്യാപിറ്റലായിട്ട് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാങ്കുകളിൽ ഇവർ ഇത് ഇൻവെസ്റ്റ് ചെയ്യും. ഇല്ലേ, റിക്കറിങ് അക്കൗണ്ടുകളുണ്ട്, ഫിക്സഡ് അക്കൗണ്ടുകളുണ്ട്. റിക്കറിങ് അക്കൗണ്ടും ഫിക്സഡ് അക്കൗണ്ടും അത്യാവശ്യം നല്ല റിട്ടേൺസ് തരുന്നതാണ്. പക്ഷെ സമയത്തിന് നമുക്ക് പിൻവലിക്കാൻ കഴിയില്ല. വേണ്ട, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, അതിലിടാം. അത്യാവശ്യം എന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ 10 വർഷം കഴിയുമ്പോൾ ഈ ഇൻട്രസ്റ്റ് കൂടെ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ എന്തായി കഴിഞ്ഞാലും ഇത് ഇൻഫ്ലേഷൻ റേറ്റിന് മേലെ ആയിരിക്കും. പൊതുവേ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിനും മേലെ ആയിരിക്കും എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ്. എങ്കിലല്ലേ ആൾക്കാർ ബാങ്കിൽ ക്യാഷ് ഇടും, അല്ലേ? അതായത് 10 വർഷത്തിൽ പണത്തിന്റെ മൂല്യം 10 രൂപ കുറയും എന്നുണ്ട് എങ്കിൽ ബാങ്ക് 12 രൂപ നമുക്ക് വാഗ്ദാനം ചെയ്യും. സോ ഈ 10 രൂപ ഇൻഫ്ലേഷനിൽ കുറഞ്ഞാലും 2 രൂപ നമുക്ക് അവിടെ ലാഭമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഇടുക. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങി വെക്കും, അല്ലേ? സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങി വെക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ബോണ്ട് വാങ്ങി വെക്കും. ഏതെങ്കിലും തരത്തിലുള്ള ബോണ്ടുകൾ, ഗവൺമെന്റ് ജീസ് ഒക്കെ നമ്മൾ വാങ്ങി വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വാങ്ങി ഈ ക്യാഷിനെ നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ബിസിനസ്സിലെ ക്യാപിറ്റൽ നിക്ഷേപിക്കുന്നവർ എന്താ ചെയ്യുക? ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് നമ്മൾ ഇൻട്രസ്റ്റ് എന്നാ പറയാം, അല്ലേ? നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് മലയാളത്തിൽ നമ്മളെല്ലാം ലാഭം എന്ന് പറഞ്ഞാൽ പോലും അത് ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് എന്നാ ശരിക്കും പറയാം. സോ ഈ ഇൻട്രസ്റ്റിലൂടെ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ പണത്തെ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഗവൺമെന്റിലേക്ക് വാ. നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഒത്തിരി ഫോറിൻ മണി ഉണ്ട്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഏകദേശം 666 ബില്യൺ ഡോളറിന് മേലെ, ഐ തിങ്ക് മില്യൺ, യെസ്, 666 മില്യൺ ഡോളറിന് മേലെ നിലവിൽ നമ്മുടെ കയ്യിൽ ഫോറക്സ് ശേഖരമുണ്ട്. ഇനി ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കറൻസി മാത്രമല്ല, ഇതിനകത്ത് ഫോറക്സ് റിസർവിനകത്ത് ഒരു 85% നമുക്ക് കറൻസി തന്നെയാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും എന്തിലാണ്? ഡോളറിലാണ്. ഡോളറിൽ മാത്രമല്ല, മറ്റ് ചില നാണയങ്ങൾ കൂടെ നമ്മൾ ചെറിയ തോതിൽ സൂക്ഷിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഡോളറാണ്. 85% എന്താണ്? ഈ പറയുന്ന കറൻസിയാണ്. ഇതിന് തൊട്ട് പുറകിലായിട്ട് എന്തുണ്ട്? ഗോൾഡ് ഉണ്ട്. ഗോൾഡ്. സോ ഗോൾഡ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അല്ലെങ്കിൽ നമ്മുടെ ഫോറക്സിന്റെ ഭാഗമാണ് എന്ത്? സ്വർണവും. അതുപോലെ 85% മൊത്തം നമുക്ക് 4 തരം ഫോറക്സ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്
ഈ പറയുന്ന കറൻസിയും ഗോൾഡുമാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കറൻസിയാണ്. 85% മുതൽ 90% വരെ കറൻസി നമ്മുടെ കയ്യിലുണ്ട്. തൊട്ട് പുറകിൽ ആരുണ്ട്? ഗോൾഡ് ഉണ്ട്. മറ്റുള്ള രണ്ടെണ്ണവും വളരെ ചെറിയ അളവിലേ ഉള്ളൂ. മേ ബി പ്രിലിംസിന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം, 40% ഓഫ് ഇന്ത്യസ് ഫോറക്സ് റിസർവ് ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇതിനകത്തൊരു കഷ്ടിച്ചൊരു 15%ഓ 10%ഓ ഒക്കെ മാത്രമേ നമുക്ക് എന്ത് കാണത്തുള്ളൂ? ഗോൾഡ് കാണത്തുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? കറൻസിയാണ്. മോർ ദാൻ 50% ഓഫ് ഇന്ത്യസ് ഫോറക്സ് റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ് കറൻസി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാലോ അത് ശരിയാണ് അല്ലേ? സോ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ കറൻസി അല്ലെങ്കിൽ ഈ ഗോൾഡ് ഇതിനെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. സർക്കാർ ഇതിനെ എന്ത് ചെയ്യും? മക്കളെ ശ്രദ്ധിക്കുക, നമ്മളെക്കാളും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ളവരല്ലേടാ സർക്കാർ. അപ്പൊ സർക്കാരിനും ഈ പറയുന്ന ഇൻഫ്ലേഷനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഇട്ട ക്യാഷിൽ നിന്ന് കൂടുതൽ ക്യാഷ് വരുത്തണം എന്നുള്ള ഐഡിയ ഒക്കെ അവർക്കുണ്ടല്ലോടാ. സോ അവരും എന്ത് ചെയ്യും? ക്യാഷിനെ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ സർക്കാരിന് വേണ്ടി ഫോറക്സ് അഥവാ ഫോറിൻ റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ RBI തന്നെയാണ്. സോ ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സ് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഈ ഫോറക്സ് റിസർവിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? RBI ആണ്. RBI പൊതുവെ എന്താ ചെയ്യുന്നറിയോ? പൊതുവെ RBI ചെയ്യുന്നത് അവർ ഈ കിട്ടുന്ന ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്യും. കുറേ സാധനം നമ്മുടെ ഇമ്പോർട്ടിങ്ങിന്, ഇപ്പൊ നമുക്ക് പുറത്തു നിന്ന് വിദേശത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യൻ റുപ്പി കൊടുക്കാം, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും കറൻസി കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള സാധനം ഡോളറാണ്. നിങ്ങൾ ഏത് കറൻസി കൊടുത്തു കഴിഞ്ഞാലും അത് ആ രാജ്യം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡോളർ കൊടുത്ത് നിങ്ങളൊരു സാധനം വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അത് വാങ്ങും അല്ലേ? ഉദാഹരണത്തിന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ക്യാഷ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് സാധനങ്ങൾ വാങ്ങാൻ സമയത്ത് ഇന്ത്യക്ക് ഈ മണി തന്നെ അവർ തിരിച്ചു തരുമായിരുന്നു റഷ്യക്കാര്. നമ്മൾ ഇന്ത്യൻ മണി റഷ്യയിൽ കൊടുത്ത് റഷ്യയിൽ നിന്ന് സാധനം വാങ്ങുന്നു, അവർ ഇന്ത്യൻ മണി നമുക്ക് തിരിച്ചു നിന്ന് നമ്മുടെ സാധനവും വാങ്ങുന്നു. വൺസ് അവർക്കൊരു ഐഡിയ ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് നമ്മൾ പരമാവധി ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങാൻ പോകുന്നു. ഒരു ഉദാഹരണം പറയുന്നു, 1000 കോടിക്കപ്പുറം നമ്മൾ ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുന്നില്ല എന്ന് റഷ്യക്ക് ഒരു ഐഡിയ ഉണ്ട് എങ്കിൽ 1000 കോടി രൂപ വരെ റഷ്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇന്ത്യൻ റുപ്പി അവർ അക്സെപ്റ്റ് ചെയ്യും. 1000 കോടിക്ക് മുകളിൽ ഇപ്പൊ അവരുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ആയി, വീണ്ടും നമ്മൾ റഷ്യയിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം റുപ്പിയാണ് കൊടുക്കുന്നത് എങ്കിൽ റഷ്യ ഹാസ് നോ യൂസ് വിത്ത് ദിസ് റുപ്പി. ഈ റുപ്പി കൊണ്ട് റഷ്യക്ക് ഒരു ജോലിയില്ല. അതുകൊണ്ട് റഷ്യ എന്ത് ചെയ്യും? അവർ നമ്മുടെ റുപ്പി വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യും. റീസെന്റ് റഷ്യ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, റഷ്യ ഈസ് നോ മോർ അക്സെപ്റ്റിംഗ് ഇന്ത്യൻ റുപ്പി. ഇന്ത്യയുമായുള്ള ട്രേഡിനിടയിൽ ഇനി ഇന്ത്യൻ റുപ്പി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല റഷ്യ. പകരം ചൈനീസ് കറൻസി കൊടുത്താൽ മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഡോളർ കൊടുക്കുക. എന്തായാലും നമ്മൾ ചൈനീസ് കറൻസി കൊടുക്കുന്നില്ല, കാര്യം നമുക്ക് ചൈനീസ് കറൻസി കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രേഡിംഗ് പാർട്ണറായിട്ട് മിക്കപ്പോഴും വരുന്നത് ചൈനയാണ്. സോ ചൈനയിൽ നിന്ന് നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ വി നീഡ് ലോട്ട്സ് ഓഫ് ചൈനീസ് കറൻസി. നമുക്ക് അധികം കിട്ടാനുള്ള സാധ്യത കുറവാണ്, നമുക്ക് ഒരുപാട് ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊതുവെ ചൈനീസ് കറൻസി കൊടുക്കാറില്ല. സോ നമ്മൾ ഇവിടെ ട്രേഡിങ്ങിനായി ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഡോളർ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ ഡിപ്പോസിറ്റിംഗ് അവർ പ്രഷ്യസ് ഡോളർ ഇൻ സം പ്ലേസസ് വെയർ ദർ ഈസ് ഗുഡ് സേഫ്റ്റി, ഗുഡ് ലിക്വിഡിറ്റി ആൻഡ് ഗുഡ് ചാൻസസ് ഓഫ് റിട്ടേൺസ്. നമ്മൾ ഈ പറയുന്ന നമുക്ക് പുറത്തു നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള അത്യാവശ്യത്തിനുള്ള ഡോളറുകൾ വെച്ചിട്ട് ബാക്കി ഡോളറും സ്വർണവും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ സേഫ്റ്റി നമുക്ക് പ്രദാനം ചെയ്യുന്ന സ്ഥലത്ത്, ലിക്വിഡിറ്റി ഉറപ്പാക്കുന്ന സ്ഥലത്ത്. ലിക്വിഡിറ്റി ഉറപ്പാക്കുക മീൻസ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ, 1 മാസം കഴിയട്ടെ, 2 മാസം കഴിയട്ടെ എന്ന് പറയാതെ സ്പോട്ടിൽ തന്നെ നമുക്ക് റിട്ടേൺ തരുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ റിട്ടേൺ കൂടുതലുള്ള സ്ഥലങ്ങളിൽ. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടൊരു സാധനം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ധർമ്മത്തിന് വേണ്ടിയാണോടാ?
അല്ല. പുണ്യം കിട്ടാൻ വേണ്ടിയാണോടാ? അല്ല. പിന്നെ എന്തിനാ? ലാഭം കിട്ടാൻ വേണ്ടിയില്ലേ? സോ എവിടെ നിന്നാണോ നമുക്ക് കൂടുതൽ ലാഭം, കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളത്, ആ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. സോ എവിടെയാണോ കൂടുതൽ സേഫ്റ്റി ഉള്ളത്, എവിടെയാണോ നമുക്ക് ലിക്വിഡിറ്റി കൂടുതൽ എളുപ്പത്തിന് സാധ്യമാകുന്നത്, എവിടെയാണോ നമുക്ക് റിട്ടേൺസ് അധികമുള്ളത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റിന് വേണ്ടി ഈ ഫോറക്സ് റിസോഴ്സ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. സോ ഫോറക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് മാനേജ്മെന്റ് RBIയുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഡിപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ആൻഡ് അതർ സെൻട്രൽ ബാങ്ക്. ബാങ്ക് ഓഫ് അല്ലെങ്കിൽ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അതൊരു സ്വിറ്റ്സർലൻഡിലെ ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ നമ്മൾ ക്യാഷ് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെയോ അതർ സെൻട്രൽ ബാങ്ക്, മറ്റ് സെൻട്രൽ ബാങ്കുകൾ, ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ സെൻട്രൽ ബാങ്കിൽ നമ്മൾ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. UK സെൻട്രൽ ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ബിക്കോസ് വെരി സേഫ്റ്റി അല്ലേ? സർക്കാരിന്റെ തന്നെയാണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അണ്ടറിൽ തന്നെ വരുന്ന, അല്ലെങ്കിൽ എപ്പോഴും സർക്കാർ ഒരു സൂപ്പർവിഷൻ ഉള്ള സ്ഥലമാണ്. സോ വെരി സേഫ് ആയിരിക്കും. ലിക്വിഡിറ്റി, ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് വാങ്ങി വെച്ചിട്ട് തരാൻ കഴിയില്ല. അടുത്ത മാസമാകട്ടെ, അതിനടുത്ത മാസമാകട്ടെ എന്ന് ആ രാജ്യം പറയില്ല. ഫോർ എക്സാമ്പിൾ ഇന്ത്യ അമേരിക്കയിൽ കൊണ്ടുപോയി കുറെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ റഷ്യയുമായി കുറച്ച് നല്ല ബന്ധത്തിലാകുന്നു. നമ്മൾ റഷ്യയുമായി നല്ല ബന്ധത്തിലാകുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ്, നിങ്ങൾ റഷ്യയുമായി നല്ല ബന്ധത്തിലായത് കാരണം നിങ്ങളുടെ ക്യാഷ് ഇപ്പൊ പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടില്ലേടാ. പക്ഷെ പൊതുവെ ഇങ്ങനെ സംഭവിക്കാറില്ല. കാരണം ഇറ്റ് വിൽ അഫക്ട് ദ ഇമേജ് ഓഫ് ദാറ്റ് കൺട്രി ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. അങ്ങനെ എങ്ങാനും അമേരിക്ക നമ്മൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് തരില്ല, കുറച്ച് കഴിയട്ടെ എന്ന് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയോ നമ്മളെ ഓടിക്കുകയോ ലേറ്റ് ആക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ അറിയുകയും മറ്റ് രാജ്യങ്ങൾ പിന്നെ അമേരിക്കയിലേക്ക് പേടിച്ചിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഫോറിൻ ഡിപ്പോസിറ്റ് അമേരിക്കയ്ക്ക് കുറഞ്ഞാൽ അവിടെ ആർക്കാ നഷ്ടം? അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ഇടുന്ന ക്യാഷ് ഗവൺമെന്റുകൾ പിടിച്ചു വെക്കാറില്ല. സോ വെരി ഹൈ ലിക്വിഡിറ്റി. പിന്നെയോ റിട്ടേൺസ്, അത്യാവശ്യം നല്ല റിട്ടേൺ ആയിരിക്കും നമുക്കിതിന് കിട്ടുക. ഇനി റിട്ടേൺസ് ഇച്ചിരി കുറഞ്ഞാൽ പോലും സേഫ്റ്റിയും ലിക്വിഡിറ്റിയും ഒക്കെ വേറെ ലെവലാണ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഇതിനകത്ത് പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. പിന്നെയോ ഡിപ്പോസിറ്റഡ് വിത്ത് ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. സർക്കാരിൽ മാത്രമല്ല, ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ക്യാഷും ഗോൾഡും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ബാങ്കുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ബാങ്കുകൾ പോലുള്ള ബാങ്കുകൾ പോലെയല്ല. നമ്മുടെ നാട്ടിൽ തന്നെ HDFC അല്ലെങ്കിൽ ICICI ഇവരൊക്കെ വലിയ ബാങ്കുകളാണ്. ഇതുപോലെ വിദേശത്തുള്ള വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെയോ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നുകിൽ അത് സോവറൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ സോവറൈൻ ഗ്യാരണ്ടീഡ് ലയബിലിറ്റികളായിരിക്കണം. അതായത് ഒന്നുകിൽ സർക്കാർ തന്നെ ഇറക്കുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇറക്കുന്നത് പോലെ, നമ്മൾ ഈ പറയുന്ന ബോണ്ടുകൾ ഇറക്കുന്നത് പോലെ. ഇപ്പൊ അമേരിക്ക ഒരു ബോണ്ട് ഇറക്കുന്നു, തീർച്ചയായിട്ടും നമ്മളത് ബൈ ചെയ്യും. കാരണം ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് തരും? റിട്ടേൺസ് തരും. അതിന് പുറമെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സും ഫിക്സഡ് ഡിപ്പോസിറ്റും പൊതുവേ ഏകദേശം ഒരുപോലെയുള്ള റിട്ടേൺസ് നമുക്ക് തരിക. ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത, ഫിക്സഡ് ഡിപ്പോസിറ്റ് കാലം കഴിയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പിൻവലിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ പിൻവലിക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന തുക എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പെനാൾട്ടിയും വളരെ വലുതായിരിക്കും. പെനാൾട്ടി കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ഈ ക്യാഷ് പിൻവലിക്കാനാകൂ. മറ്റേത് ബോണ്ട് ആകുമ്പോൾ ഏകദേശം അത്രത്തോളം തന്നെ റിട്ടേൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ക്യാഷിനൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ട്രേഡ് ദിസ് ബോണ്ട്. ബോണ്ട് ആവശ്യമുള്ളവൻ ഇത് ട്രേഡ് ചെയ്തുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് വാങ്ങാനും സാധിക്കും. എനിവേ ബോണ്ട് ഈസ് എ വെരി ഗുഡ് ചോയ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. സോ വിദേശ രാജ്യങ്ങളുടെ സോവറൈൻ ബോണ്ടുകളിലേക്ക്, അവരുടെ സർക്കാരിന്റെ ബോണ്ടുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നിക്ഷേപിക്കാറുണ്ട്. ഇനി ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്ന ബോണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയോടാ? തീർച്ചയായും നിക്ഷേപിക്കും. ഒറ്റ കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ബി ബാക്ക്ഡ് അപ്പ് ബൈ ദ ഗവൺമെന്റ്. ഒരു അമേരിക്കൻ കമ്പനി, ഫോർ എക്സാമ്പിൾ
ടെസ്ല അല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക് ടെസ്ല കമ്പനിയുടെ പേരിൽ ബോണ്ടുകൾ ഇറക്കുകയാണ്. ഇഫ് അമേരിക്കൻ ഗവൺമെന്റ് ഈസ് റെഡി ടു ബാക്കപ്പ്, അവർ പറയാണ്, ഗവൺമെന്റ് പറയാണ് ഞങ്ങളാണ് ഗ്യാരണ്ടി, വി ആർ ഗ്യാരണ്ടി, നിങ്ങൾ ഈ ബോണ്ട് വാങ്ങിച്ചോ, അഥവാ അയാൾ ക്യാഷ് എന്നില്ലെങ്കിൽ ഞങ്ങൾ തരാം. ഇത്തരത്തിൽ ഗവൺമെന്റ് ബാക്കപ്പ് ചെയ്യുന്ന കമ്പനികളുടെ ബോണ്ടുകളും നമ്മൾ വാങ്ങാറുണ്ട്. പിന്നെയോ അതർ ഇൻസ്ട്രുമെന്റ്സ് ആസ് അപ്രൂവ്ഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ദ RBI. അതുപോലെ RBI, സെൻട്രൽ ബാങ്ക് ഓഫ് RBI, സെൻട്രൽ ബോർഡ് ഓഫ് RBI, RBIക്ക് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവർ അപ്രൂവ് ചെയ്യുന്ന മറ്റേത് ഇൻസ്ട്രുമെന്റ്സിലും അവരുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് RBI എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ക്യാഷ് ആൻഡ് ഗോൾഡും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. സോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മണി മാത്രമല്ല, മണിയും ഗോൾഡും ഉണ്ട്. ഇതിന് പുറമെ വേറെയും ഫെസിലിറ്റികൾ ഉണ്ട്. ഇതിൽ മണിയും ഗോൾഡും ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ മണിയാണ്, തൊട്ടുപുറകിൽ ഗോൾഡാണ്, 90% മണിയാണ്. ഇതിൽ തന്നെ ഭൂരിഭാഗവും ഡോളർ ഡിനോമിനേറ്റഡ് ആണ്, നമ്മൾ ഡോളറിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന ക്യാഷ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത്, നമ്മളെല്ലാം RBI ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ടെന്നാണ്. സോ ഇത് മാനേജ് ചെയ്യുന്നത് RBI ആയതുകൊണ്ട് ഇത് നമ്മളൊരു മാനേജ്മെന്റൽ ഫംഗ്ഷൻ എന്നതിനെ വിളിക്കും. ദെൻ അടുത്തത്, RBI മാനേജസ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെന്റ്. കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അതൊരു ദിവസം തന്നെ എടുക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല. കാണാത്തവർക്ക് പഴയ വീഡിയോസ് എടുത്ത് കാണാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യ ചെലവിനായുള്ള രാജ്യത്തിന്റെ ഫോർ എക്സാമ്പിൾ ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാനും ഇത്തരത്തിൽ നമുക്ക് അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ചിലവുകൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസയുടെ ആ ഒരു ട്രാക്കിങ്ങിനെയാണ് നമ്മൾ ഈ പറയുന്ന കറണ്ട് അക്കൗണ്ടിൽ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അസറ്റ് നിർമ്മിക്കാനായി നമ്മൾ ചിലവാക്കിയ മണിയുടെ കണക്കുകളാണ് അതിനകത്ത് നമ്മൾ ട്രാക്ക് ചെയ്യുക. ഈ ട്രാക്ക് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI. ദെൻ RBI ആക്ടസ് ബാങ്കർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. മക്കളെ, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ബാങ്കറായി ആരാക്ട് ചെയ്യുന്നു? RBI ആക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു ബാങ്കിൽ പോയാൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുക? നമ്മൾ 2-3 കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം ബാങ്കിൽ പണയം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് എന്ത് തരണം? ക്യാഷ് തരണം. ഇഫ് വി ആർ റെഡി ടു ഗീവ് സം കൊലാറ്ററൽ ദെൻ ദ ബാങ്ക് ഷുഡ് ഗീവ് അസ് മണി. നമുക്ക് ലിക്വിഡ് മണിയുടെ ആവശ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ആ മണി നമ്മളെ തന്ന് സഹായിക്കുക എന്നതാണ് ബാങ്കിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉപകാരം. മറ്റൊന്നെന്താ? വി ഹാവ് ടു ഡിപ്പോസിറ്റ് അവർ മണി. നമുക്ക് നമ്മുടെ ക്യാഷിനെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം, അല്ലെ? സ്ഥലമായിട്ട് ഈ ബാങ്ക് പ്രവർത്തിക്കണം. 3, നമുക്ക് ക്യാഷ് ട്രാൻസ്ഫറിനും അല്ലെങ്കിൽ റിസീവിനും ഉള്ള ഒരു മീഡിയമായിട്ട് ബാങ്ക് പ്രവർത്തിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ബാംഗ്ലൂർ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കേരളത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അമ്മ കേരളത്തിലാണ്, ഞാൻ ബാംഗ്ലൂരാണ്. കേരളത്തിലുള്ള എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുകയോ കൊറിയർ അയക്കുകയോ ഒക്കെ ചെയ്യണം. മറ്റേത് ബാങ്ക് എന്നൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിലോ എനിക്ക് അമ്മയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം. ട്രാൻസാക്ഷൻ വിൽ ബി ഡൺ ബൈ ദ ബാങ്ക്. ബാങ്ക് ട്രാൻസാക്ഷൻ സെക്കൻഡിൽ തന്നെ നടത്തും, അല്ലേ? ഇപ്പോഴാണെങ്കിലോ നമുക്ക് ഗൂഗിൾ പേ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ പേയിൽ അടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ക്യാഷ് അടുത്തയാളുടെ അക്കൗണ്ടിലേക്ക് എത്തി. സോ നമുക്ക് ലോണ് കിട്ടുക, നമ്മുടെ ക്യാഷും നമ്മുടെ സ്വർണമൊക്കെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുക, മറ്റൊന്ന് ഈ ട്രാൻസാക്ഷൻ ഈസി ആക്കി തരിക. ഇതൊക്കെയാണ് ഒരു ബാങ്കറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ സർക്കാരും പ്രതീക്ഷിക്കുന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. സർക്കാർ എന്തൊക്കെയാണ് മക്കളെ പ്രതീക്ഷിക്കുന്നത്? ഇതുണ്ട്, RBI മെയിൻറ്റെയിൻസ് ദ അക്കൗണ്ട് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമുക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ബാങ്കിൽ പോയി ചെയ്യണമെങ്കിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണ്ടേടാ. ഇതുപോലെ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. ഇതിനായി അവർ പൊതുവെ അക്കൗണ്ട് എടുക്കുന്നത് RBIയിലാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ദെൻ ഇറ്റ് ഈസ് വർക്കിംഗ് as എ ഫെസിലിറ്റേറ്റർ ഫോർ ഡിപ്പോസിറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മണി. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ആർക്കെങ്കിലും ഗവൺമെന്റിലേക്ക് ക്യാഷ് അടയ്ക്കണമെങ്കിൽ ആ ക്യാഷ് RBIയിലേക്ക് അടച്ചാൽ മതി. ഗവൺമെന്റിന്റെ RBIയിലുള്ള അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ ക്യാഷ് അടയ്ക്കുക. അതുപോലെ തന്നെ സർക്കാരിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം. സർക്കാർ അവരുടെ RBIയിലെ അക്കൗണ്ട് വഴിയാണ് ശമ്പളങ്ങൾ വിടുക, അല്ലേ? സോ അങ്ങനെയുള്ള ഒരു ബാങ്കിങ് ഫെസിലിറ്റി ആയിട്ട് പ്രവർത്തിക്കും.
ഇതിന് പുറമെ RBI ഈസ് പ്രൊവൈഡിങ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് അഥവാ WMA. എന്താ മക്കളെ WMA? WMA എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലടാ, പൈസ കടം കൊടുക്കുക എന്ന് പറയുന്നതാ. ഗവൺമെന്റിന് പെട്ടെന്നൊരു ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് പൈസ കടം കൊടുക്കുന്ന ഒരു ജോലി കൂടെ ആര് ചെയ്യുന്നുണ്ട്? RBI ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ കടം കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. വെറുതെ ആണോ കൊടുക്കുന്നത്, അതോ പലിശ കൊടുക്കണമായിരിക്കുമോ സർക്കാർ? പലിശ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല അല്ലേ, സർക്കാരിന്റെ തന്നെയല്ലേ RBI. മക്കളുടെ അങ്ങനെയല്ല, സർക്കാർ ഒരു എൻറ്റിറ്റിയാണ്, ബാങ്ക് വേറൊരു എൻറ്റിറ്റിയാണ്. സോ നമ്മളെല്ലാവരെയും പോലെ തന്നെ ബാങ്കിൽ നിന്നൊരു ലോൺ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അത് പലിശ സഹിതം തിരിച്ചടയ്ക്കണം. സോ പരമാവധി 90 ദിവസത്തിനകത്ത് ക്യാഷ് സ്വീകരിച്ചൊരു 90 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും വിത്ത് ഇൻട്രസ്റ്റ് പലിശ സഹിതം സർക്കാർ എന്ത് ചെയ്യണം? ഈ പൈസ തിരിച്ച് റിസർവ് ബാങ്കിലേക്ക് അടയ്ക്കണം. സർക്കാർ എത്രയായിരിക്കും കൊടുക്കേണ്ട പലിശ? യൂഷ്വലി ദിസ് WMA ഈസ് പ്രൊവൈഡഡ് ഫോർ ദ ഗവൺമെന്റ് ബൈ ദ RBI ഇൻ റിപ്പോ റേറ്റ്. സാധാരണഗതിയിൽ റിപ്പോ റേറ്റിലായിരിക്കും RBI എന്ത് ചെയ്യുന്നത്? ഈ ക്യാഷ് ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സർപ്ലസ് ക്യാഷ് എന്ത് ചെയ്യുന്നു? മറ്റ് പല സ്ഥലം സർപ്ലസ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബൈയിങ്ങിനും സെല്ലിങ്ങിനും ഒക്കെയുള്ള നമ്മുടെ സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെയുള്ള മറ്റ് ട്രാൻസാക്ഷനൊക്കെയുള്ള ക്യാഷ് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന നമ്മുടെ ഫോറിൻ റിസോഴ്സ് ആവട്ടെ, നമ്മുടെ കയ്യിലെ ക്യാഷ് ആകട്ടെ, ഈ ക്യാഷൊക്കെ സർക്കാരിന് വേണ്ടി ലാഭസാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും ആ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭമെടുത്ത് സർക്കാരിന് കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഒരു പോർട്ട്ഫോളിയോ മാനേജറായും പ്രവർത്തിക്കുന്നത് ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. ഇപ്പൊ സ്വന്തമായി ട്രേഡ് മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ, സ്വന്തമായി ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ കഴിയാത്തവർ പൊതുവെ പേം അക്കൗണ്ടിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ കോപ്പി ട്രേഡിലൂടെ അല്ലെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെ അല്ലെ, നമ്മളിപ്പോ മ്യൂച്വൽ ഫണ്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. സോ സ്വന്തമായിരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, നമുക്ക് ജോലി ഉണ്ടല്ലേ, നമുക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? മ്യൂച്വൽ ഫണ്ടിൽ ക്യാഷ് നിക്ഷേപിക്കും അല്ലേ. അപ്പൊ അവിടെയുള്ള എക്സ്പെർട്ടുകൾ നമുക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകളിൽ ഇത് നിക്ഷേപിക്കും, എന്നിട്ട് നമുക്ക് ലാഭം നേടിത്തരും, ലാഭമായാലും നഷ്ടമായാലും നേടിത്തരും. ഇതുപോലെ സർക്കാരിന് വേണ്ടി വ്യത്യസ്ത തരം ഷെയറുകളിലും മറ്റുമൊക്കെ ക്യാഷ് നിക്ഷേപിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ മാനേജർ അഥവാ പോർട്ട്ഫോളിയോ മാനേജറുടെ ഡ്യൂട്ടി എടുക്കുന്നത് ആര് തന്നെയാണ് മക്കളെ? RBI തന്നെയാണ്. ഓക്കെ ആണല്ലോടാ. പിന്നെയോ, ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റിന് സാമ്പത്തികമായ ഒരു കാര്യത്തിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള അഡ്വൈസറായി ആക്ട് ചെയ്യാറുണ്ട്? RBI ആക്ട് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് RBIയുടെ ഗവൺമെന്റിന്റെ ബാങ്കായി ആക്ട് ചെയ്യുക എന്ന ഡ്യൂട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ RBI ആക്ട്സ് ആസ് ബാങ്കർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ആദ്യം എന്താണ്? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അക്കൗണ്ട് തുടങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും വേണ്ടി ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, ട്രാൻസാക്ഷൻസ് കൊടുക്കുന്നു അല്ലെ. പിന്നെന്താണ്? ഇവർക്ക് വേണ്ടി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്നു. പിന്നെന്താണ്? ഇവർക്ക് വേണ്ടി വന്നാൽ അഡ്വൈസുകൾ നൽകുന്നു. ഇതൊക്കെ ചെയ്യുന്നത് RBIയുടെ ബാങ്കർ ടു ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു കഴിവ് വെച്ചിട്ടാണ്. 7 എന്താ മക്കളെ? RBI ആക്ട്സ് ആസ് ഡെറ്റ് മാനേജർ ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ RBI ഡെറ്റ് മാനേജറായിട്ടും നമ്മൾ മുൻപ് പറഞ്ഞ ഫംഗ്ഷൻ പോലെ തന്നെയാണ് ഇവരുടെ കടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ടൂളായിട്ട്, അഥവാ അവരുടെ ബാങ്കിങ് പ്രവർത്തനങ്ങൾ എത്രത്തോളം ക്യാഷ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങണം, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ നിന്ന് പൈസ കടം വാങ്ങണം ടു റൈസ് ദ ഡെറ്റ്. നമ്മൾ ഇതിനെ ഡെറ്റ് റൈസ് ചെയ്യാന്നാ പറയാ, കടം ഉയർത്തുക. സർക്കാരിന് കടം ഉയർത്തണമെങ്കിൽ ഗവൺമെന്റ് ആരോട് പറയും? RBIയോട് പറയും. വി വാണ്ട്സ് ടു റൈസ് ദ ഡെറ്റ് അല്ലെങ്കിൽ വി വാണ്ട്സ് ടു
റൈസ് സം മണി, നമുക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആർ ബി ഐ വിൽ പ്രൊഡ്യൂസ് സം ബോണ്ട്. ആർ ബി ഐ എന്ത് ചെയ്യും? കുറച്ച് ബോണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ബോണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് സ്വീകരിച്ചുകൊണ്ട് ആൾക്കാർ അവരുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് സർക്കാരിന് കൊടുക്കും. നേരെ മറിച്ച് സർക്കാരിന്റെ ഡെറ്റ് കുറയ്ക്കണം എങ്കിൽ സർക്കാർ ആർ ബി ഐയോട് പറയുമ്പോൾ ആർ ബി ഐ എന്ത് ചെയ്യും? അവരുടെ കയ്യിലിരിക്കുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റുകളെ മാർക്കറ്റിലേക്ക് വിൽക്കും. വിറ്റ് കഴിയുമ്പോൾ വീണ്ടും മാർക്കറ്റിൽ നിന്ന് ഡെറ്റ് ഇൻസ്ട്രുമെന്റിനെ വാങ്ങും. സർക്കാർ ഡെറ്റ് കുറയ്ക്കണമെന്ന് ആർ ബി ഐയോട് പറയുന്ന സമയത്ത് ആർ ബി ഐ എന്ത് ചെയ്യും? മാർക്കറ്റിലുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റുകളെ ബൈ ചെയ്യും, വാങ്ങും. അപ്പോൾ ആൾക്കാരുടെ കയ്യിലേക്ക് ക്യാഷ് എത്തും. അതായത് നേരത്തെ സർക്കാർ കടം വാങ്ങിയ ക്യാഷ് തിരിച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്നതും ആർ ബി ഐ തന്നെയാണ്. പിന്നെയോ വര വീഴുകയാണല്ലോടാ. ഓക്കെ, ബാങ്കർ ടു ബാങ്ക്സ്. നമ്മുടെ ആർ ബി ഐയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ബാങ്കർ ടു ബാങ്ക്. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത് ആരാണ്? ആർ ബി ഐ ആണ്. അപ്പൊ ബാങ്കർ ടു ബാങ്കിനകത്ത് എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബാങ്കുകൾക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സാഹചര്യവും ആർ ബി ഐ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റുകൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ആർ ബി ഐ ഫെസിലിറ്റേഷൻ ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന ബാങ്കുകളുടെ ബാങ്ക് എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? മറ്റു കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ആർ ബി ഐയിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാ മറ്റു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രധാനമായിട്ടും ആർ ബി ഐയിൽ അക്കൗണ്ട് തുടങ്ങുന്നത്? ടു കീപ് ദെയർ CRR, SLR എക്സെട്ര. അവരുടെ CRR-ഉം SLR-ഉം ഒക്കെ ബാങ്കിൽ ആർ ബി ഐയിൽ സൂക്ഷിക്കാൻ വേണ്ടി. ഇതിനകത്ത് CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ക്യാഷ് റിസർവ് റേഷ്യോയാണ്. ഇത് ബാങ്കുകൾ ആർ ബി ഐയിൽ തന്നെ ക്യാഷിന്റെ രൂപത്തിൽ തന്നെ സൂക്ഷിക്കേണ്ട മണിയാണ്. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ബോണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്ന മണിയാണ്. ഇത് ബാങ്കുകൾക്ക് ഒന്നുകിൽ ബാങ്കുകളുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ആർ ബി ഐയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇത്തരത്തിൽ SLR ഒരു ബാങ്ക് കയ്യിൽ വെച്ചിരിക്കുന്നു, SLR മറ്റൊരു ബാങ്ക് SLR കൊണ്ടുപോയി ആർ ബി ഐയിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഇതിൽ ആർക്കാ മക്കളെ ഇതിനകത്ത് കൂടുതൽ ഗുണമുണ്ടാവുക? SLR കയ്യിൽ വെച്ചിരിക്കുന്നവർക്കാണോ ആർ ബി ഐയിൽ ഡിപ്പോസിറ്റ് ചെയ്തവർക്കാണോ കൂടുതൽ ഗുണമുണ്ടാവുക? യഥാർത്ഥത്തിൽ രണ്ടുപേർക്കും ഇവിടെ ഗുണമില്ല. കാരണം SLR നിക്ഷേപത്തിന് പകരമായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ആർ ബി ഐ കൊടുക്കത്തില്ല. ആർ ബി ഐ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ട്. നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ വെച്ച് വല്ല കൊള്ളക്കാരന്മാരും കൊണ്ടുപോകുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക, ഞങ്ങൾ ഇതിനെ സുരക്ഷിതമായി വെച്ചിരിക്കാം എന്നുള്ളത് മാത്രമേ ആര് പറയുന്നുള്ളൂ? ആർ ബി ഐ പറയുന്നുള്ളൂ. ആർ ബി ഐ വിൽ നോട്ട് പ്രൊവൈഡ് എനി ഇൻട്രസ്റ്റ് ഫോർ ദിസ് SLR. എനിവേ, ബാങ്കുകൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ആരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്? പറയുന്ന നമ്മുടെ ആർ ബി ഐ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സേവിങ്സ് അക്കൗണ്ടാണ്, സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി. ഇതിന് പുറമെ കറണ്ട് അക്കൗണ്ടുകളും തുറക്കാം, അല്ലേ? ഞാൻ പറഞ്ഞു ഓവർനൈറ്റ് ആവശ്യത്തിനായിട്ട് റിപ്പോ റേറ്റിൽ ബാങ്കുകൾ ഈ പറയുന്ന ആർ ബി ഐയിൽ നിന്ന് ക്യാഷ് എടുക്കാറുണ്ട്. എടുത്ത ക്യാഷ് ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ക്യാഷ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് അക്കൗണ്ട് വേണം? കറണ്ട് അക്കൗണ്ട് വേണം. സേവിങ്സ് അക്കൗണ്ടിലെ ക്യാഷ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതിന് പരിധികളും ലിമിറ്റുകളും ഒക്കെ ഉണ്ട്. ആവശ്യം പോലെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കറണ്ട് അക്കൗണ്ട്. സോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കറണ്ട് അക്കൗണ്ടുകൾ തുറക്കാനുള്ള അവസരം ആരൊരുക്കി കൊടുക്കുന്നു? ആർ ബി ഐ ഒരുക്കി കൊടുക്കുന്നു. പിന്നെയോ ആർ ബി ഐ ആക്ട്സ് ആസ് കോമൺ ബാങ്കർ ഫോർ ഡിഫറെന്റ് ബാങ്ക്സ് ടു ഇനേബിൾ സെറ്റിൽമെന്റ് ഓഫ് ഇന്റർ ബാങ്ക് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഫോർ ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റ്. ഫോർ എക്സാമ്പിൾ, എടാ മക്കളെ, എനിക്ക് ആക്സിസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, നിനക്ക് ആക്സിസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ ആക്സിസ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ ആക്സിസ് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുന്ന സമയത്ത് ഇവിടെ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ല. കാരണം ആക്സിസ് ബാങ്ക് തന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് നിന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. അതേസമയം എൻ്റെ കയ്യിലുള്ളത് SBI അക്കൗണ്ടാണ്, നിന്റെ കയ്യിലുള്ളത് ആക്സിസ് ബാങ്ക് അക്കൗണ്ടാണ് എങ്കിൽ രണ്ട് ബാങ്കുകളാണ്. സോ ആർ ബി ഐ SBIക്ക് SBIയുടെ അക്കൗണ്ടിലെ പൈസ എടുത്ത് കൊണ്ടുപോയി
മറ്റൊരു ബാങ്കിന്റെ അക്കൗണ്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയില്ല. മറ്റേ ബാങ്കിന് ഇത് വേറൊരു ബാങ്കാ, സോ ഈ ബാങ്കിൽ വന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. സോ ദേ നീഡ് എ കോമൺ ബാങ്ക് അല്ലേ. അതിനുവേണ്ടി ഇവരുടെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ RBIയിലുള്ള അക്കൗണ്ട് അവർക്ക് പ്രയോജനകരമായിരിക്കും. അതായത് SBIക്കും RBIയിൽ അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ ആക്സിസ് ബാങ്കിനും എന്തുണ്ട്, RBIയിൽ അക്കൗണ്ട് ഉണ്ട്. സോ ഞാൻ എൻ്റെ SBI ബാങ്കിൽ നിന്ന് 1000 രൂപ നിങ്ങളുടെ ആക്സിസ് ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? SBIയുടെ RBI ബാങ്കിൽ നിന്ന് ആ ക്യാഷ് ആക്സിസ് ബാങ്കിന്റെ RBI അക്കൗണ്ടിലേക്കും അവിടെ നിന്ന് ആക്സിസ് ബാങ്കിലേക്കുമാണ് പോകുന്നത്. സോ ഇന്റർ ബാങ്ക് സെറ്റിൽമെന്റുകൾ, ബാങ്കുകൾക്കിടയിലുള്ള വ്യത്യസ്ത ബാങ്കുകൾക്കിടയിലുള്ള ക്യാഷ് സെറ്റിൽമെന്റിന് ആര് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? RBI ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ RBI പ്രൊവൈഡ് ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ബാങ്ക്സ് ഫോർ സ്പെഷ്യൽ പർപ്പസസ് അല്ലേ. നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നത് പോലെ തന്നെ ബാങ്കുകൾക്ക് വേണ്ടിയും ആര് ക്യാഷ് കൊടുക്കാറുണ്ട്? RBI ക്യാഷ് കൊടുക്കാറുണ്ട്. നമുക്ക് ലോൺ വേണമെങ്കിൽ നമ്മളൊരു അക്കൗണ്ട്, ഒരു ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്ത് ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ടേക്ക് ലോൺ ഫ്രം RBI. അതിനവർക്ക് എന്ത് വേണം? അക്കൗണ്ട് വേണം. സോ ഇതിനൊക്കെ അവർക്കൊരു ബാങ്ക് വേണം. ഇതിനുള്ള ബാങ്കായിട്ടും RBI എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ RBI ആക്ട് ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. മക്കളെ, അതായത് ഒരു ബാങ്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിൽ പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. ബാങ്ക് വളരെയധികം പൈസയ്ക്കായി ബുദ്ധിമുട്ടുന്നുണ്ട്. ബാങ്ക് ആ സമയം എന്ത് ചെയ്തു? സാധാരണഗതിയിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് RBIയിൽ നിന്ന് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും അല്ലെങ്കിൽ മറ്റ് റിപ്പോ റേറ്റും റിപ്പോ റേറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, റിപ്പോ റേറ്റ് ഉപയോഗിച്ചുകൊണ്ടും മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ക്യാഷ് എടുക്കുന്നു. പക്ഷെ ഈ ക്യാഷ് ഒന്നും മതിയാകാതെ വരുന്നു. ഈ ക്യാഷ് ഒന്നും ഇവരുടെ ഇപ്പോഴത്തെ ക്രൈസിസിന് മതിയാകാതെ വരുന്ന സമയത്ത് ഈ ബാങ്ക് എന്ത് ചെയ്യുന്നു? മറ്റ് പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന്, മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ക്യാഷ് ലോൺ എടുക്കുന്നു. ആദ്യം മറ്റ് ബാങ്കുകൾ ഇവർക്ക് ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും അല്പം കഴിയുമ്പോഴത്തേക്കും ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണല്ലോ എന്ന ചിന്തയാൽ മറ്റ് ബാങ്കുകൾ ഈ ഒരു പർട്ടിക്കുലർ ബാങ്കിന് ലോണുകൾ കൊടുക്കാതെ വരുന്നു. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ക്രൈസിസ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, A എന്നൊരു ബാങ്കുണ്ട്. A എന്ന് പറയുന്ന ബാങ്ക് പൊളിഞ്ഞു എന്നൊരു വാർത്ത പെട്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞാൽ പേടിയോടുകൂടി ആൾക്കാരൊക്കെ A എന്ന ബാങ്കിലേക്ക് വന്നുകൊണ്ട് അവരുടെ ക്യാഷ് ഒക്കെ റിട്ടേൺ ചോദിക്കും. സോ ആദ്യം വരുന്ന കുറേ ആൾക്കാർക്ക് തങ്ങളുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് കൊടുക്കാൻ A എന്ന ബാങ്കിന് കഴിയും. പക്ഷെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവരുടെ ക്യാഷിന്റെ നല്ലൊരു എമൗണ്ട് ഇവർ മറ്റ് പല സ്ഥലത്തും ലോണായിട്ട് കൊടുത്തിരിക്കുകയാണ്. മറ്റ് ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റിലും മറ്റുമൊക്കെ ഇവർ ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്കുകൾ അവിടെ കയ്യിലിരിക്കുന്ന ഡിപ്പോസിറ്റുകൾ പല സ്ഥലത്തായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ വളരെ പെട്ടെന്ന് തന്നെ ഈ ക്യാഷ് എടുത്ത് കൊടുക്കാൻ മാത്രമുള്ള ഫ്ലൂയിഡ് മണി ഇവരുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് കയ്യിൽ ക്യാഷ് കിട്ടാതെ വരുന്ന സമയത്ത് കൂടുതൽ ഈ ക്രൈസിസ് വർദ്ധിക്കും. ആളുകൾക്ക് കുറച്ചുകൂടെ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ ബാങ്ക് പൊളിഞ്ഞു എന്നാ തോന്നണേ. കൂടുതൽ ആൾക്കാർ ക്യാഷിനായി A എന്ന ബാങ്കിലേക്ക് വരും. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനായി RBIയിൽ നിന്ന് സാധാരണഗതിയിൽ ബാങ്കിന് കടം വാങ്ങാം. എല്ലാ സാധ്യതകളും RBIയിൽ നിന്ന് കടം വാങ്ങാനുള്ള എല്ലാ സാധ്യതകളും മടങ്ങിക്കഴിയുമ്പോൾ അവരിനി മറ്റ് പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കും. പലിശ ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. അല്പം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ക്രൈസിസ് കൂടുതലാണ്. ആൾക്കാർ വീണ്ടും ഡിപ്പോസിറ്റ് പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്പം കഴിയുമ്പോഴത്തേക്കും മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇവർക്ക് കടം കൊടുക്കാതെ വരും. അങ്ങനെ കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവർക്കിനി ഒരു മാർഗവുമില്ല പിടിച്ചു നിൽക്കാൻ. ഇനി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് തകർച്ചയിലേക്ക് എത്തും എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് അവരുടെ അവസാനത്തെ അത്താണിയായി അവിടെ എത്താൻ പോകുന്നത് ആരാണ് മക്കളെ? RBI ആണ്. ഈ ഒരു അവസരത്തിൽ RBI ഒരു ഹ്യൂജ് എമൗണ്ട് നൽകിക്കൊണ്ട് ഈ ബാങ്കിനെ ബാങ്ക്രപ്സിയിൽ നിന്ന് രക്ഷിക്കും.
ശ്രദ്ധിക്കുക, ബാങ്ക്രപ്സിയിൽ ഇരിക്കുന്ന ഒരു ബാങ്കിനെ സാധാരണഗതിയിൽ RBI സംരക്ഷിക്കാറില്ല. ബാങ്ക്രപ്സിയിലേക്ക് പോകാൻ സാധ്യതയുള്ള, ബാങ്ക്രപ്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ബാങ്കാണ്, അല്ലെങ്കിൽ അതൊരു വളരെ വലിയ ക്രൈസിസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇത് ബാങ്ക്രപ്റ്റ് ആകും എന്ന് കണ്ടു കഴിയുമ്പോഴാണ് പൊതുവെ എന്ത് ചെയ്യുക, RBI ഇങ്ങനെ ഒരു ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായി മുന്നിലേക്ക് വരിക. ഉറപ്പായിട്ടും RBI മറ്റേത് ഫെസിലിറ്റിയിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വാങ്ങുന്നതിനേക്കാളും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയായിരിക്കും ഈ പറയുന്ന ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായി പ്രവർത്തിക്കുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഈടാക്കുക. സോ RBI is acting as banker for commercial banks. മക്കളെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. Commercial banks can deposit CRR with RBI. It is under which function of RBI? Monetary supervision and controlling-നകത്ത് വരുന്നതാണോ, ബാങ്കർ ടു ബാങ്കാണ്? സംശയമൊന്നുമില്ലടാ മക്കളെ, അവിടെയാണ് നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാവേണ്ടത്. ആ CRR എത്രയെന്ന് നിശ്ചയിക്കുന്നതും CRR എവിടെ സൂക്ഷിക്കണമെന്ന് പറയുന്നതും അത് എങ്ങനെ സൂക്ഷിക്കണമെന്ന് പറയുന്നതും, മണിയായിട്ടാണോ എങ്ങനെയാണെന്ന് പറയുന്നതും മുതലായ കാര്യങ്ങളൊക്കെ യു ഹാവ് ടു കീപ് CRR എന്നൊരു ബാങ്ക് പറയുന്നത് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്ന അവരുടെ ആ ഒരു റോളിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾ CRR സൂക്ഷിക്കണം, നിങ്ങൾ SLR സൂക്ഷിക്കണം, കയ്യിലോ അക്കൗണ്ടിലോ സൂക്ഷിക്കണം എന്നൊക്കെ ഇവർ ഈ പോളിസികൾ ഇറക്കുന്നത് അവര് സൂപ്പർവൈസർ ആയതുകൊണ്ടാണ്. അതേസമയം ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ CRRനെ തൻ്റെ ബാങ്കിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് താൻ ഒരു ബാങ്കായി നിന്നുകൊണ്ടാണ്. സോ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നന്നായി ചോദ്യം വായിച്ച ശേഷം മാത്രം നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ, അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാം. ഇഷ്യൂർ ഓഫ് കറൻസി. ഇതിലധികമൊന്നും പറയാനില്ല. നമ്മുടെ രാജ്യത്തെ എല്ലാ കറൻസിയും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ആണ് കറൻസികളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് വെയ്പ്പ്. പക്ഷേ 1 രൂപയല്ലാതെ ബാക്കി എല്ലാ കറൻസിയും, 1 രൂപയുടെ കറൻസി ഒഴിച്ച് ബാക്കി എല്ലാ കറൻസിയും RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു ലെജിറ്റിമസിക്ക് വേണ്ടി, ഇപ്പോൾ പണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പണം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റ് ആ ബിൽ ബിയറർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. സോ ഒരു ലെജിറ്റിമസിക്ക് വേണ്ടി ഒരു നോമിനൽ പ്രവർത്തനം പോലെ 1 രൂപയുടെ കറൻസി ഗവൺമെന്റ് പ്രിന്റ് ചെയ്യാറുണ്ട്. ഇതിന് പുറമെ മറ്റെല്ലാ കറൻസിയും പ്രിന്റ് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ കറൻസിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, കള്ളനോട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതേ ഉള്ളൂ ഇഷ്യൂർ ഓഫ് കറൻസിക്കകത്തുള്ളത്. പിന്നെയോ ഓവർസൈറ്റ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. പേയ്മെന്റ് സിസ്റ്റം, സെറ്റിൽമെന്റ് സിസ്റ്റം പോലെയുള്ള സാധനങ്ങളെ ഓവർസൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ, എന്താണ് ഈ പറയുന്ന പേയ്മെന്റ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്? പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ബാങ്ക് അല്ല, പക്ഷെ ദേ വിൽ ഫെസിലിറ്റേറ്റ് വാട്ട് മണി പേയ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഫാസ്റ്റാഗ്. ഫാസ്റ്റാഗ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ബാങ്ക് അല്ല, പക്ഷെ ഇത് എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ക്യാഷ് ട്രാൻസ്ഫർ. ഇത് ക്യാഷ് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. UPI എന്ന് പറയുന്നത് ഒരു ബാങ്ക് അല്ല, പക്ഷേ ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ക്യാഷ് ട്രാൻസ്ഫർ. സോ ഇതിനെയാണ് നമ്മൾ പറയുക എന്താണ്, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുക. ഈ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ ദേ നീഡ് സ്പെഷ്യൽ പെർമിഷൻ ആൻഡ് ലൈസൻസ് ഫ്രം RBI. ബാങ്കിന്റെ ഫംഗ്ഷൻ വേറെ, ഈ പറയുന്ന പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്ററുടെ ഫംഗ്ഷൻ വേറെ. ഈ പറയുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ഈ സിസ്റ്റത്തെ നയിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്റർ എന്ന് പറയാം. ഫാസ്റ്റാഗ് ഈസ് എ പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്റർ. UPI ഈസ് എ പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്റർ. സോ ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്?
RBI തന്നെയാണ്. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ദേ ആർ പ്രൊവൈഡിങ് ലൈസൻസ്. ഇനി നിങ്ങളുടെ ഒരു സാധാരണ ബാങ്ക് ആണെന്നിരിക്കട്ടെ, SBI ബാങ്ക്. SBI ബാങ്കിന് ഒരു പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്ററായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമോടാ? SBIക്ക് കിട്ടിയിരിക്കുന്ന ബാങ്കിന്റെ ലൈസൻസ് വെച്ചുകൊണ്ട് കഴിയില്ല. ദേ ഹാവ് ടു ടേക്ക് ആൻ അഡീഷണൽ ലൈസൻസ്. വേറൊരു ലൈസൻസ് അവരെ എടുക്കണം എന്നുള്ളതാണ്. പിന്നെന്താണ്? പോളിസി റിസർച്ച് ആൻഡ് ഡേറ്റ ഡിസ്ക്രിമിനേഷൻ. അതായത് മാർക്കറ്റിലെ ആ ഒരു രീതികളെ കുറിച്ച് മറ്റൊക്കെയുള്ള പഠനവും റിസർച്ച് നടത്തുക. അതായത് ആൾക്കാരുടെ സമ്പാദ്യശീലം എങ്ങനെ, ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ശീലം എങ്ങനെ, ഒരു ഏരിയയിൽ എങ്ങനെയാണ് ആൾക്കാർ ബാങ്കിങ്ങുമായി സഹകരിക്കുന്നത്, നല്ല രീതിയിൽ അവർ ബാങ്കിൽ കൊണ്ടുവന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ, സേവിങ്സ് നല്ല രീതിയിലുണ്ടോ, ലോണുകൾ എടുത്താൽ തിരിച്ചടയ്ക്കാറുണ്ടോ, അതോ NBI ആക്കുകയാണോ പതിവ്. ഇത്തരത്തിൽ ഒരു ഏരിയയിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് ഈ പറയുന്ന പോളിസി റിസർച്ച് ആൻഡ് ഡേറ്റ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഇത്തരത്തിൽ ഒരുപാട് ഡേറ്റാസ് RBI കളക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ RBI പുറപ്പെടുവിക്കണം എന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. ദേ ആർ നോട്ട് ലീഗലി ബൈൻഡഡ് ടു വാട്ട് പബ്ലിഷ് എനി ഓഫ് ദ റിപ്പോർട്ട്സ് എക്സെപ്റ്റ് 2. 2 ഒഴികെ ബാക്കിയൊന്നും പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നതിന് ഇവർ ലീഗലി ബൗണ്ടഡ് അല്ല. ഏതൊക്കെയാണ് 2? ഒന്ന് ആനുവൽ റിപ്പോർട്ട്. അതായത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ഇയർ പൂർത്തിയാകുമ്പോൾ തങ്ങളെടുത്ത ഡേറ്റാസ് മുഴുവൻ പബ്ലിഷ് ചെയ്യണ്ട. വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. അവർ വ്യത്യസ്ത തരം മാധ്യമങ്ങളിലൂടെ, അവരുടെ സൈറ്റിലൂടെ, മാഗസീൻസിലൂടെയൊക്കെ പലതരത്തിലുള്ള ഡേറ്റാസ്, ഫോർ എക്സാമ്പിൾ ധനികരുടെ എണ്ണം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി, അല്ലെ, ഏറ്റവും കൂടുതൽ സേവിങ്സ് ഉള്ള സ്ഥലം, ഏത് മാധ്യമത്തിലാണ് ആൾക്കാർ സേവിങ്സ്, ഇതൊക്കെ പലപ്പോഴും പല പത്രത്തിലും മാഗസീൻസിലും ധനകാര്യം പോലെയുള്ള സാധനങ്ങളൊക്കെ ധനവുമായി ബന്ധപ്പെട്ട, മണിയുമായി ബന്ധപ്പെട്ട മാഗസീൻസിലും സൈറ്റിലും ഒക്കെ വരാറുണ്ട്. ഇനി ഇവരിതൊന്നും പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യണം? ഇവരുടെ ഒരു ആനുവൽ റിപ്പോർട്ട് ഇവർ പ്രസിദ്ധീകരിക്കണം. അതായത് ഈ കഴിഞ്ഞ വർഷം ഇന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു, ഇന്ന ഡേറ്റാസ്. എന്ത് ഡേറ്റ എന്നുള്ളത് പബ്ലിഷ് ചെയ്യണ്ട. ഇന്ന മേഖലകളിൽ ഡേറ്റാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇന്ന മേഖലകളിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട് മുതലായ അവരുടെ ആനുവൽ റിപ്പോർട്ട് അവരെന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ദേ ആർ ലീഗലി ബൗണ്ടഡ് ടു ദാറ്റ്. അവർ ലീഗലി അത് ബൈൻഡഡ് ആണ്, അവരത് ചെയ്തേ കഴിയും. മറ്റൊന്ന് റിപ്പോർട്ട് ഓൺ ട്രെൻഡ്സ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ്ങിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആൾക്കാരുടെ സേവിങ്സ് എങ്ങനെയാണ്, ചിലവ് എങ്ങനെയാണ്, ആൾക്കാർ സേവിങ്സ് കൂടുകയാണോ കുറയുകയാണോ, ബാങ്ക് തിരിച്ചടയ്ക്കുന്നത് അഥവാ ഡീഫോൾട്ട് ചെയ്യാന്നാ പറയുക. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടച്ചില്ല എങ്കിൽ ഡീഫോൾട്ട് ചെയ്യാന്ന് പറയുന്നു. സോ ഡീഫോൾട്ട് റേറ്റ് കൂടുകയാണോ കുറയുകയാണോ, ഏതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്? അതുപോലെ തന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം അടക്കില്ല. എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എങ്കിലും ഇവര് ക്യാഷ് തിരിച്ചടയ്ക്കാറില്ല. ഇതിനെ നമ്മൾ പറയുന്നത് വിൽഫുൾ ഡീഫോൾട്ടർ എന്നാണ്. സോ ഇന്ത്യയിൽ വിൽഫുൾ ഡീഫോൾട്ടേഴ്സിന്റെ അളവ് കൂടുകയാണോ കുറയുകയാണോ, പുതിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ മുതലായ ട്രെൻഡ്, ആ ട്രെൻഡും ഇവരെന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. ഒന്ന്, അവരുടെ ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം. 2, അവരുടെ ട്രെൻഡ് എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. അപ്പൊ ഇതാണ് പോളിസി റിസർച്ച് ആൻഡ് ഡേറ്റ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലൂടെ RBI ചെയ്യുന്നത്. പിന്നെയോ ഡെവലപ്മെന്റൽ റോൾസ്. ഐ തിങ്ക് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്ലൈഡ്. സോ RBIയുടെ അവസാനത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഡെവലപ്മെന്റൽ റോൾസ് ആണ്. അപ്പോൾ ഡെവലപ്മെന്റൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രയോറിറ്റി മേഖലകൾ ഉണ്ടല്ലോടാ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സാധ്യമാക്കുക എന്നത് നമ്മുടെ RBIയുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. അതിനകത്ത് തന്നെ ഓൺ ലെൻഡിങ് മോഡൽ ഉണ്ട്, ഹയർ വെയിറ്റേജ് മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ കോ ലെൻഡിങ് മോഡൽ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഇവർ ഈ പറയുന്ന പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സാധ്യമാക്കാറുണ്ട്. എന്താണ് ഓൺ ലെൻഡിങ് മോഡൽ? എന്താണോ ആവശ്യമുള്ളത് അതിലേക്ക് കൂടുതൽ ക്യാഷ് ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ ചില പ്രയോറിറ്റി സെക്ടറുകൾക്ക് ആവശ്യത്തിന് ലെൻഡിങ് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് ഇതാണ് ഹൈ വെയിറ്റേജ് ഉള്ള മേഖല. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, കൃഷി, ഫാമിംഗ്, 2 പ്രയോറിറ്റി സെക്ടറുകളുണ്ട്. പക്ഷെ ബാങ്കുകൾ ഈ എഡ്യൂക്കേഷൻ ലോണൊന്നും തിരിച്ചു കിട്ടാത്തത് കൊണ്ട് എഡ്യൂക്കേഷന് ലോൺ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കൃഷി ലോൺ നന്നായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഹൈ വെയിറ്റേജ് എന്ന് പറയുന്നത് ആർക്കാ കൊടുക്കേണ്ടത്? എഡ്യൂക്കേഷനാണ്. സോ അടുത്ത വർഷം ഇത്ര പെർസെൻറ്റേജ് എങ്കിലും എഡ്യൂക്കേഷന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് മറ്റ് ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹൈ വെയിറ്റേജ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇൻ ഐഡന്റിഫൈഡ് ഡിസ്ട്രിക്ട്സ് എന്ന് പറയാം. ഐഡന്റിഫൈഡ് ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റുകളെയാണ് കണ്ടെത്തുക. ചില ഡിസ്ട്രിക്റ്റുകളിൽ ചില പ്രയോറിറ്റി സെക്ടറുകളിൽ ആവശ്യത്തിന് ക്യാഷ് കിട്ടാറില്ല, അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് മക്കളെ കോ ലെൻഡിങ് മോഡൽ. ഇതാണ് പ്രധാനം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓൺ ലെൻഡിങ്ങും ഹൈ വെയിറ്റ് ലെൻഡിങ്ങും. ഈ കോ ലെൻഡിങ് ഒരു വെറൈറ്റി സാധനമാണ്, റീസെന്റ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ അറിഞ്ഞു വെച്ചിരിക്കുക. കോ ലെൻഡിങ് എന്ന് പറഞ്ഞാലേ, ഇപ്പോ നമ്മൾ 2 സ്ഥലങ്ങളിൽ നിന്ന് പലിശയ്ക്ക് ക്യാഷ് എടുക്കാൻ അഥവാ ലോൺ എടുക്കാൻ പോകുന്നത് വിചാരിക്കുക. 2 സ്ഥലങ്ങളിൽ നിന്ന്, ഒന്ന് സൊസൈറ്റികളിൽ നിന്ന്, 2 ബാങ്കുകളിൽ നിന്ന്. മക്കളെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല, കാര്യം നിങ്ങൾ ടൈപ്പ് ഓഫ് ബാങ്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് ബാങ്കുകളും സൊസൈറ്റികളും. പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഗവൺമെന്റും RBIയും രണ്ടുപേരും എന്താ പറയുക അവരുടെ കൺട്രോളറായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ സൊസൈറ്റികളിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ RBIയും പിന്നെ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. എനിവേ, പൊതുവെ ഈ നാട്ടിൽ വളരെയധികം ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും ഈ പറയുന്ന നാട്ടിലൊക്കെയുള്ള സൊസൈറ്റികൾ. പൊതുവെ സൊസൈറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ക്യാഷ് കൊടുക്കണമെന്നാണ്. ഫോർ എക്സാമ്പിൾ ഫാർമേഴ്സിന്റെ ഒരു സൊസൈറ്റി ആണ് എങ്കിൽ അവിടെ അക്കൗണ്ട് എടുത്ത ഫാർമേഴ്സിനെല്ലാം എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? അവിടെ അക്കൗണ്ട് എടുത്ത ഫാർമേഴ്സിനെല്ലാം അവിടെ നിന്ന് ആവശ്യം വരുന്ന സമയത്ത് ലോണ് കൊടുക്കുക. ഇനി ഇത്തരത്തിൽ ലോണ് കിട്ടുമ്പോൾ അവിടെ നമുക്ക് ഈ നമ്മുടെ സിബിൽ സ്കോർ പോലെയുള്ള സാധനങ്ങളും മറ്റൊന്നും വലിയ വിഷയമായി വരുന്നില്ല. കാരണം പൊതുവെ നമ്മുടെ നാട്ടിലെ സൊസൈറ്റികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നമ്മളെ അറിയാവുന്നവർ തന്നെയായിരിക്കും. സോ സിബിൽ സ്കോർ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളെ ബാങ്കുകൾ പൊതുവെ ആശ്രയിക്കുന്നത് ബാങ്ക് ഒരാളിന് ലോണ് നൽകി കഴിഞ്ഞാൽ അയാൾക്ക് ആ ലോണ് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്നറിയാനാണ്. സോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഡേറ്റ ഇല്ല, ആവശ്യത്തിന് പേപ്പേഴ്സ് ഇല്ല, നിങ്ങൾക്ക് ലോൺ വേണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ RBIയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RBI ഇല്ല, നിങ്ങൾക്ക് SBIയിലേക്ക് നിങ്ങൾ ചെന്നു, നിങ്ങളൊരു പബ്ലിക് സെക്ടർ ബാങ്കിലേക്ക് ചെന്നു, SBI, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ചെന്നു, താരതമ്യേന ചെറിയ പലിശയിൽ കുറഞ്ഞ പലിശയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലോൺ കിട്ടും. പക്ഷെ ദേ ആർ ആസ്കിങ് സം എക്സ്ട്രാ പേപ്പേഴ്സ്, ചില എക്സ്ട്രാ പേപ്പറുകൾ നിങ്ങളോട് ചോദിക്കുന്നു. നിർഭാഗ്യവശാൽ ആ സാധനം നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ പറയുന്ന ലോക്കൽ ബാങ്കുകളിൽ നിങ്ങളുടെ സഹകരണ സംഘങ്ങളിലേക്ക് അഥവാ ഈ പറയുന്ന സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എന്താ പറയുക കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സെൽഫ് ഫിനാൻസ് അല്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ നന്നായി തന്നെ അറിയാവുന്നത് കൊണ്ട് ഈവൻ വിത്തൗട്ട് ദാറ്റ് മച്ച് പേപ്പേഴ്സ് ദേ വിൽ റെഡി ടു പ്രൊവൈഡ് യു ദ ലോൺ. അത്രത്തോളം പേപ്പറുകളും കാര്യങ്ങളും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലോൺ തരാൻ അവർ തയ്യാറാണ്. പക്ഷെ പ്രശ്നം എന്തുവാ, ഇവിടെ ദേ വിൽ പേ മോർ ഇൻട്രസ്റ്റ്, നിങ്ങളിൽ നിന്ന് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യും. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഇപ്പൊ പുതുതായി നിലവിൽ വന്നിരിക്കുന്ന ഒരു സംഗതിയാണ് കോ ലെൻഡിങ് മോഡൽ. കോ ലെൻഡിങ് മോഡലിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന് 10 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക. പക്ഷെ അയാളുടെ കയ്യിലുള്ള രേഖകൾ വെച്ചുകൊണ്ട് ഇയാൾക്ക് 8% അല്ലെങ്കിൽ 8 രൂപ മാത്രമേ ഒരാൾക്ക് 10 ലക്ഷം ലോൺ വേണം.
ഇപ്പോൾ കയ്യിലുള്ള പേപ്പറുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് 8 ലക്ഷം മാത്രമേ SBIയിൽ നിന്ന് ലോൺ കിട്ടും. അതേസമയം ഇദ്ദേഹത്തിന് 10 ലക്ഷം വേണമെങ്കിലും അടുത്തുള്ള സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ ലഭിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ലെറ്റ്സ് സേ RBIയിൽ ഇൻട്രസ്റ്റ് 4%. പക്ഷേ നമ്മൾ ഈ പറയുന്ന സഹകരണ സംഘത്തിൽ 6% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. എന്നാൽ ഇപ്പോൾ ഈ കോ ലെൻഡിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന നമ്മുടെ സഹകരണ സംഘം SBIയോട് പറയും, ഈ ആള് വിൽഫുൾ ഡീഫോൾട്ടർ ആയിട്ടുള്ള ഒരാളല്ല, അത്യാവശ്യം കാര്യങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ആളാണ്, ആളുടെ കയ്യിൽ പേപ്പറും കാര്യമൊന്നും ഇല്ലെങ്കിൽ നോക്കണ്ട, പുള്ളി തിരിച്ചടയ്ക്കുന്ന ആളാണ്, നമുക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്, സോ അദ്ദേഹത്തിന് ലോൺ കൊടുത്തോളൂ എന്ന്. അതായത് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഈ പറയുന്ന സൊസൈറ്റി ചെയ്യും. എന്നിട്ട് ഇവർ ഈ റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? SBIക്ക് കൊടുക്കും. ശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 8 ലക്ഷം രൂപ RBIയും SBIയും മിച്ചം 2 ലക്ഷം രൂപ നമ്മുടെ ഈ സൊസൈറ്റിയും കൂടി ചേർന്ന് 10 ലക്ഷം രൂപ മൊത്തത്തിൽ ഈ വ്യക്തിക്ക് നൽകുകയും ചെയ്യും. അതേസമയം ആ വ്യക്തിക്ക് ഈ 6% പലിശ വരികയുമില്ല. അതായത് ഇവിടെ 4, ഇവിടെ 6 ആണെങ്കിൽ ഏകദേശം 4.5%, 5% പലിശയിൽ ടോട്ടൽ 10 ലക്ഷത്തിന്റെ ഒരു എമൗണ്ട് ആയിട്ട് ഇത് ആര് പ്രൊവൈഡ് ചെയ്യും? ഈ SBI ബാങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ SBI ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റു കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് കുറവാണ്, പക്ഷേ ദേ നീഡ് മോർ ക്ലാരിഫിക്കേഷൻ. അതേസമയം നമ്മളെ ഈ പറയുന്ന നമ്മുടെ ഈ സഹകരണ സംഘം പോലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എന്താണ്? ഹൈ ഇൻട്രസ്റ്റ്, ബട്ട് ദേ നീഡ് ഓൺലി less papers for the verification. So nowadays both of them are combining together, acting together and providing the lump sum amount to the person, needy person. രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ആവശ്യക്കാരന് ആ തുക നൽകുന്നു. ഇനി കമ്പാരിറ്റീവ്ലി ലോ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന കോ ലെൻഡിങ് മോഡൽ. പിന്നെ ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് സ്കീം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, ഈ RBIയുടെ കുറെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റാസ് എടുക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, പ്രയോറിറ്റി സെക്ടർ, പ്രധാനമായിട്ട് ഇതൊക്കെ പ്രയോറിറ്റി സെക്ടർ അഥവാ ഡെവലപ്മെന്റിന് ആയിട്ടില്ല വരുന്നത്. പ്രയോറിറ്റി സെക്ടറുകളിലൊക്കെ കൃത്യമായി ക്യാഷ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ഡ്യൂട്ടികളൊക്കെ ഓരോ ഗ്രാമങ്ങളിലും കൃത്യമായി നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും, ഓരോ ജില്ലകളിലും, ഓരോ സംസ്ഥാനങ്ങളിലും. പക്ഷേ നമുക്ക് വളരെ കുറച്ച് റിസർവ് ബാങ്ക് ബ്രാഞ്ചുകൾ മാത്രമേ നമുക്ക് രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഈ പറയുന്ന ഡെവലപ്മെന്റൽ റോളുകൾ കൃത്യമായി നമ്മുടെ ബാങ്ക് നിർവഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ റിസർവ് ബാങ്കിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി നമ്മുടെ റൂറൽ ഏരിയകളിലുള്ള ബാങ്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ബാങ്കിനെ RBI ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കും. അതായത് ഏതെങ്കിലും ഒരു ബാങ്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ SBIയെ തിരഞ്ഞെടുത്തിട്ട് RBI പറയും, നീയാണ് ഇവിടുത്തെ ലീഡർ ഓഫ് ബാങ്ക്, ബാങ്കുകളുടെ ലീഡർ അഥവാ ലീഡ് ബാങ്ക് എന്ന് പറയും. സോ ലീഡ് ബാങ്കിന്റെ ഡ്യൂട്ടിയാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ബാക്കി ബാങ്കുകളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബാങ്ക് ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് RBIക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ആൾക്കാർക്ക് കൃത്യമായിട്ട് എന്താ പറയുക, കൃത്യമായി അവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കാർഷിക ലോൺ പോലെയുള്ള സാധനങ്ങൾ ബാങ്ക് കൊടുക്കുന്നില്ല, കാർഷിക വായ്പ പോലെയുള്ളവ കൊടുക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കീമുകളിലുള്ള ചെറിയ പലിശ നിരക്കിലുള്ള ലോണുകളൊന്നും മറ്റ് ബാങ്കുകൾ കൊടുക്കുന്നില്ല എങ്കിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. മുതലായി RBI ചെയ്യേണ്ട ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ റൂറൽ ഏരിയാസിലും ചെയ്യാൻ വേണ്ടി RBI സെലക്ട് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കാണ് എന്ത്? ലീഡ് ബാങ്ക്. ഓക്കെ, പൊതുവെ പബ്ലിക് സെക്ടർ ബാങ്കിനെ ആയിരിക്കും, ആ നാട്ടിലെ പബ്ലിക് സെക്ടർ ബാങ്കിനെ ആയിരിക്കും പൊതുവെ RBI ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ ചില സമയത്ത് ടു ഹ്യൂജ് ആയിട്ടുള്ള വലിയ ബാങ്കുകളെയും, വലിയ പ്രൈവറ്റ് ബാങ്കുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ICICI പോലെയുള്ള ബാങ്കുകളെയൊക്കെ നമ്മുടെ RBI തിരഞ്ഞെടുക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് മക്കളെ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ലടാ, നമ്മുടെ സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണുള്ളത്. പക്ഷെ ഇത് കർഷകർക്ക് കൊടുക്കുന്നതാണ്.
ഇനിഷ്യലി ഇത് എന്തിനാണ് നമ്മൾ ഇറക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് വിത്ത് വാങ്ങാൻ, വളം വാങ്ങാൻ, അല്ലെങ്കിൽ കീടനാശിനി വാങ്ങാൻ ഒക്കെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിലും ദേ ക്യാൻ യൂസ് ദിസ് ക്രെഡിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് സാധനങ്ങൾ വാങ്ങാം. സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ ഇവർ ക്യാഷുമായി ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് അവർക്ക് ചെറിയ ലോൺ കൊടുക്കും. ഈ ലോണിന് അവർക്ക് സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ലോങ് ടൈം ലോണുകളും ഈ കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബൈ യൂസിങ് ദിസ് കാർഡ് ദേ ക്യാൻ പർച്ചേസ് ലോങ് ടൈം ലോൺ ഓൾസോ. സെൻട്രൽ ബാങ്ക് ഇത്തരം ലോണുകൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തുക മാത്രമേ ഇവര് തിരിച്ചടക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ബാങ്കിന്റെ റോളുകൾ. രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. നമ്മുടെ രണ്ടാമത്തെ സ്ലൈഡിന്റെ ഭാഗമായി വരുന്നതാണ്. ഞാനിവിടെ എഴുതി വെച്ചിരുന്നു, പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയി. ശരി, DICGC, ഇത് സി ആണ്. DICGC എന്താണ്? DICGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. സോ എന്താണ് ഈ പറയുന്ന DICGC? ഇതൊരു ഫെസിലിറ്റിയാണ്. ഈ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. റിസർവ് ബാങ്ക് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളോടും ഒരു കാര്യം ആവശ്യപ്പെടാറുണ്ട്. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുകയും അതിലേക്ക് ഒരു പണം നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പണത്തിന് മേൽ കൊമേഴ്ഷ്യൽ ബാങ്കെ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുക? ഇൻഷുറൻസ് എടുക്കുക. ഇൻഷുറൻസ് ആര് തരും? ഞങ്ങൾ തരും. ഞങ്ങൾ മീൻസ് RBI തരും. അതായത് തങ്ങളിലേക്ക് വരുന്ന ഓരോ സേവിങ്സ് അക്കൗണ്ടിലെയും മണിയുടെ മേൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ നിന്ന് എടുക്കേണ്ട ഇൻഷുറൻസിനെ പറയുന്ന പേരാണ് DICGC അഥവാ ഈ പറയുന്ന എന്താ പറയുക ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് എടുക്കുക എന്നത് സാധാരണ ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. സോ അതിലൂടെയും ഈ പറയുന്ന ബാങ്കുകളുടെ പ്രവർത്തനത്തെ RBI എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് നമുക്ക് എങ്ങനെ ഗുണകരമാകുക? ഈ പറയുന്ന ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗിവൻ കോർപ്പറേഷൻ നമുക്ക് എങ്ങനെ ഉപയോഗമാവുക? വേറൊന്നുമില്ലടാ മക്കളെ. ഇപ്പോ നിങ്ങളൊരു ബാങ്കിലേക്ക് ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ 2 ലക്ഷം രൂപ ഒരു ബാങ്കിലേക്ക് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഒന്നുകിൽ ബാങ്ക് ബാങ്ക്രപ്റ്റ് ആയിപ്പോയി, ബാങ്ക് പൊളിഞ്ഞു. അല്ലെങ്കിലോ ബാങ്കിൽ വളരെയധികം മോശമായ സാഹചര്യം ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ക്യാഷ് പിൻവലിക്കുന്നത് RBI തടഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ തന്നെ എടുക്കാം. നമ്മുടെ ബാങ്ക് പൊളിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് നിലവിൽ ഇല്ല എങ്കിൽ, DICGC എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ബാങ്കിലിട്ട 10 ലക്ഷം രൂപയും ബാങ്കിനൊപ്പം പൊളിഞ്ഞു പോകും. പിന്നീട് നമുക്ക് പോയ ക്യാഷിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ DICGC ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക? നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഏത് കൊമേഴ്ഷ്യൽ ബാങ്കിലാണോ നിങ്ങൾ നിങ്ങളുടെ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരിക്കുന്നത്, ഈ ബാങ്ക് ഓൾറെഡി ഈ പണത്തിന് മേൽ RBIയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇൻഷുറൻസ് എമൗണ്ട് RBI നിങ്ങൾക്ക് പേ ചെയ്യും, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളുടെ 2 ലക്ഷം രൂപയാണ് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആ 2 ലക്ഷം രൂപയും ബാങ്കും തകർന്നു പോയി കഴിഞ്ഞാൽ RBI വിൽ ഗീവ് യു ദാറ്റ് 2 lakhs rupees. നിങ്ങളുടെ നഷ്ടമായ 2 ലക്ഷം രൂപ 90 ദിവസത്തിനകത്ത് RBI നിങ്ങൾക്ക് തരും. നിങ്ങളൊരു 4 ലക്ഷം രൂപയാണ് ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ബാങ്ക് തകർന്നു. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല മക്കളെ. നിങ്ങളുടെ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ആര് തരും? RBI തരും. ഇനി നിങ്ങളൊരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു, ബാങ്ക് തകർന്നു. ഇപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ RBI തരുവോടാ? തരത്തില്ല. അവിടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. RBI പരമാവധി ഒരാൾക്ക് നൽകുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയ്ക്ക് താഴെ എത്ര രൂപയാണോ നിങ്ങളൊരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ആ തുക നിങ്ങൾക്ക് തരും. 5 ലക്ഷത്തിന് മുകളിലേക്കാണ് നിങ്ങൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് RBI തരും. സോ ഇതൊരു ഇൻഷുറൻസ് പോളിസിയാണ്. ഈ ഇൻഷുറൻസ് നിങ്ങളുടെ മണിക്ക് മേൽ നിങ്ങൾ എടുത്തതല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ഡിപ്പോസിറ്റിന് മേൽ
കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ നിർദ്ദേശപ്രകാരം RBIയിൽ നിന്നെടുത്ത ഇൻഷുറൻസ് ആണ് ഈ പറയുന്ന ഇൻഷുറൻസ്. സോ ഇതാണ് നമ്മുടെ DICGC എന്ന് പറയുന്ന ഫെസിലിറ്റി. ഓക്കെ, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗിവൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി. അതുപോലെ തന്നെ മക്കളെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഗതിയാണ് KYC. നോ യുവർ കസ്റ്റമർ എന്നാണ് ഇതിന്റെ അർത്ഥം. നോ യുവർ കസ്റ്റമർ. ഏതൊരു ബാങ്കിൽ ഒരാൾ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാലും ആ വ്യക്തിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഒരാളൊരു ലോൺ എടുക്കുന്നു അങ്ങനെയെങ്കിൽ ആ വ്യക്തി ആരാണ്, പേരെന്താണ്, അയാൾ എന്ത് ജോലി ചെയ്യുന്നയാളാണ്, അയാൾ ഈ ക്രെഡിറ്റ് തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ആളാണോ മുതലായി നമ്മുടെ കസ്റ്റമറെ കുറിച്ച് കൃത്യമായി ബാങ്ക് അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് KYC. സോ എവറി ബാങ്ക് ഹാസ് ടു കംപ്ലീറ്റ് ദിയർ KYC റിക്വയർമെന്റ്. ഈ KYC കംപ്ലീറ്റ് ചെയ്യണം എന്ന് ബാങ്കുകളോട് നിർദ്ദേശിക്കുന്നത് ആരാണ് മക്കളെ? RBI ആണ്. സോ RBIയുടെ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബാങ്കുകൾക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ബാങ്കുകളിലെ ചെയർമാനെയോ അല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയോ CEO ആരെങ്കിലും ഒക്കെ മാറ്റണമെങ്കിൽ RBIയുടെ അപ്രൂവൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. പിന്നെയോ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനോ ഉള്ള ബ്രാഞ്ചിനെ മാറ്റാനോ അമാൽഗമേറ്റ് ചെയ്യാനോ ഒക്കെ RBIയുടെ അനുവാദം വാങ്ങേണ്ടതുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഇത് വേണ്ട, അർബൻ ബാങ്കുകളിലും ഇത് വേണ്ട. പിന്നെയോ ബാങ്കുകളുടെ CRR SLR തീരുമാനിക്കാനുള്ള അധികാരം RBIക്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കാരണം റിപ്പോ റേറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റിന് വ്യതിയാനം വരുത്താൻ ആർക്ക് കഴിവുണ്ട്? RBI കഴിവുണ്ട്. അതിന് പുറമെ കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ പറയാൻ RBIക്ക് അധികാരമുണ്ട്. അതിന് പുറമെ KYC കംപ്ലീറ്റ് ആക്കാൻ പറയാനുള്ള അധികാരവും RBIക്ക് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് RBI. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സായി ഉടനെ തന്നെ കാണാം. അപ്പോൾ അടുത്ത് കാണുന്നത് വരയ്ക്കും ബൈ.